الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا ومولانا محمد وعلى آله وصحبه وملائكتك الكرام أجمعين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي حسنت نفسي بالحي القيوم الذي لا يموت أبدا وبألف ألف لا حول ولا قوة إلا بالله العلي العظيم ബഹുമാനപ്പെട്ട ഉസ്താദ് അവர்களെ, മറ്റു സഹോദരന്മാരെ, കാരണവന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഒരുമിച്ച് കൂട്ടുന്ന ഒരു സ്വാലിഹായ അമലായി കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മളിവിടെ ചെലവഴിക്കുന്ന ഓരോ സെക്കൻഡുകളും അവൻ ഇഷ്ടപ്പെട്ട ഹസനാത്തിന്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാനികളെ, നമ്മുടെ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ പ്രയാസമില്ലാത്ത ആളുകളൊന്ന് നമ്മളെ നേരെ മുന്നിലേക്ക് വരാൻ വലിയ സൗകര്യം. കാരണം ഈ സംസാരിക്കുമ്പോൾ എപ്പോൾ ഇങ്ങനെ ചെരിഞ്ഞ് നോക്കണ്ടേ, ബുദ്ധിമുട്ടില്ലാത്ത ആൾ. അല്ലാഹു തആല നമ്മുടെ ഈ യുദ്ധവും ചെലവഴിക്കുന്ന സമയങ്ങളൊക്കെ അവൻ പൊരുത്തപ്പെട്ട ഒരു അമലായി കബൂൽ ചെയ്യുമാറാവട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ നാം നോമ്പ് മുറിയുന്ന വിഷയങ്ങളൊക്കെ സൂചിപ്പിച്ചിട്ടാണ് അവസാനിപ്പിച്ചത്. പരിപൂർണമായി പറഞ്ഞു തീർന്നതല്ല, താൽക്കാലിക നമ്മൾ അവസാനിപ്പിച്ചത്. ഇനി ഇൻഷാ അല്ലാഹ് ഇന്ന് സംസാരിക്കുന്നത് നോമ്പ് ഉപേക്ഷിക്കൽ അനുവദനീയമായ ആളുകൾ നോമ്പ് എടുത്തതിന് ശേഷം മുറിക്കൽ അനുവദനീയമായ ആളുകൾ അങ്ങനെ മുറിക്കുകയോ അതല്ലെങ്കിൽ മുറിയുകയോ ചെയ്താൽ അതിനുള്ള പരിഹാരങ്ങൾ, തീരെ നോമ്പ് നോൽക്കാതെ തന്നെ പരിഹാരമാർഗങ്ങൾ, ഇതൊക്കെ ഇൻഷാ അല്ലാഹ് ഇത് സംസാരിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നമുക്കറിയാം, നോമ്പ് നിർബന്ധമായ ആളുകൾക്ക് നോമ്പിനെ ഉപേക്ഷിക്കാൻ അനുവാദമില്ല. നോമ്പ് നോൽക്കലാർക്കാണ് നിർബന്ധം? പ്രായപൂർത്തി എത്തിയ ബുദ്ധിയുള്ള ആളുകൾക്ക് സാധാരണ നിസ്കാരം നിർബന്ധമായതുപോലെ തന്നെ നോമ്പ് നിർബന്ധമാണ്. എന്നാൽ പ്രായപൂർത്തിയും ബുദ്ധിയും എത്തുന്നതോടൊപ്പം നിസ്കാരത്തിനില്ലാത്തൊരു നിബന്ധന ഈ നോമ്പിലേക്ക് ആവതുള്ള മനുഷ്യന്റെ പേരാണ് നിർബന്ധം. നിസ്കാരത്തിനെ സംബന്ധിച്ചിടത്തോളം ആവതില്ലാത്തത് കൊണ്ട് ഒഴിവാക്കുക എന്ന മസ്അല ഇല്ലേ ഇല്ല. നിസ്കാരം നിർബന്ധമായ ആളുകൾക്ക് ആരോഗ്യമില്ലാത്തതിന്റെ പേരിൽ ഒഴിവാക്കുക എന്നത് നിസ്കാരത്തിൽ ഒരു മനുഷ്യന്റെ ബുദ്ധി നിലനിൽക്കുന്ന കാലത്തോളം അവന് നിസ്കാരം നിർബന്ധമാണ്. എന്നാൽ നോമ്പ് അങ്ങനെ, നോമ്പ് പ്രായപൂർത്തിയും ബുദ്ധിയും ഉള്ളതോടൊപ്പം തന്നെ നോമ്പ് നോൽക്കാൻ ആവതുണ്ടാകുക എന്നത് ഒരു നിബന്ധന കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് ഈ നിബന്ധനകൾ ഒത്തിണങ്ങിയ ആളുകൾക്ക് നോമ്പ് നോൽക്കൽ നിർബന്ധമാണ്. അവരിനി പറയാൻ പോകുന്ന കാരണങ്ങൾ ഇല്ലാതെ നോമ്പ് ഉപേക്ഷിക്കൽ ഹറാമാണ്. അള്ളാഹുവിന്റെ അടുത്ത് വലിയ കോപത്തിന് വിധേയമാകുന്ന ആളുകളുമാണ് നോമ്പ് ഉപേക്ഷിക്കുന്നവർ.
ഇനി ആർക്കൊക്കെയാണ് നോമ്പ് മുറിക്കൽ അനുവദനീയമായ ആളുകൾ? കർമ്മശാസ്ത്ര ആലിമ്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് മുറിക്കൽ അനുവദനീയമാക്കപ്പെടും ബുദ്ധിമുട്ടുണ്ടാകുന്ന രോഗം കാരണമായി ഒരാൾക്ക് നോമ്പിനെ ഉപേക്ഷിക്കാം. എന്താ ബുദ്ധിമുട്ടുണ്ടാകുന്ന രോഗം? സാധാരണയിൽ അതിന് ആലിമ്യങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് ഒരു തയമം ചെയ്യൽ അനുവദനീയമാകുന്ന രോഗി ഈ ബുദ്ധിമുട്ടുണ്ടാകുന്ന രോഗിയിലാണ് പെടുക. അവന് രോഗമുള്ള സമയത്ത് അവന്റെ നോമ്പിനെ ഉപേക്ഷിക്കാം. നോമ്പ് തീരെ നോൽക്കാതെയും ഉപേക്ഷിക്കാം. നോമ്പ് നോറ്റു തുടങ്ങിയിട്ട് സാധിക്കൂല എന്ന് തോന്നിയ മുറിക്കുകയും ചെയ്യാം. അനുവദനീയമാണ്. ഇനി ശേഷം പറയും ആരൊക്കെ ഖദാവ് കൂട്ടണം എന്നത് ശേഷം പറയും. പറ്റേ ഒഴിവാക്കുക എന്നതല്ല ഈ പറഞ്ഞതിന്റെ സാരം. അപ്പോൾ ഉണ്ടായ സാഹചര്യം കൊണ്ട് അവന് നോമ്പ് ഉപേക്ഷിക്കാവുന്നതാണ്. അപ്പൊ കാര്യമായ രോഗമുണ്ടെങ്കിൽ ആ മനുഷ്യനിക്ക് നോമ്പ് ഉപേക്ഷിക്കൽ അനുവദനീയമാണ്. രോഗം ആ രോഗം നോമ്പ് നോറ്റ് കഴിഞ്ഞാൽ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് മരുന്ന് കഴിച്ചില്ലെങ്കിൽ ശിഫയാവൽ ഒഴുകും. അതിന് മരുന്ന് കഴിച്ചില്ലെങ്കിൽ ഈ രോഗം മാറാൻ പ്രയാസമാണ്. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അവന് നോമ്പ് ഉപേക്ഷിക്കാം. അതേപോലെ തന്നെ ഖസ്റാക്കാൻ പറ്റുന്ന യാത്ര, തസീറായ യാത്രയല്ല, ഖസ്റാക്കാൻ പറ്റുന്ന യാത്ര. തസീറായ യാത്ര എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ജമ്മും കസറും ആക്കാൻ അനുവാദമില്ലാത്ത ചെറിയ യാത്ര. 2 മർഹല എന്നൊക്കെയാണ് നമ്മുടെ കിതാബിൽ പഠിച്ചിട്ടുള്ളത്. സാധാരണ നമ്മുടെ നാട്ടിലെ കിലോമീറ്റർ കൂട്ടുമ്പോ വൺ സൈഡ് 130 കിലോമീറ്റർ, സുബഹ 126 മുതലൊക്കെ പറഞ്ഞിട്ടുണ്ട്. 130 കിലോമീറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് ജമ്മു കസറാക്കാം. അതാണ് കസറായ യാത്ര. ആ യാത്രക്കാരനും നോമ്പ് ഉപേക്ഷിക്കൽ അനുവദനീയമാണ്. എന്നാൽ അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അത്ര വൈദൂരണ്ടായ മതി നോമ്പ് ഉപേക്ഷിക്കാമെന്നാണ്. യാത്രയിൽ അവന് നോമ്പ് നോറ്റത് കൊണ്ട് ബുദ്ധിമുട്ടുണ്ടോ ഇല്ലേ എന്നതൊന്നും അവിടെ ചർച്ചല്ല. പക്ഷെ ബുദ്ധിമുട്ടില്ലാത്തൊരു യാത്രക്കാരനാണെങ്കിൽ അവന് നോമ്പ് നോൽക്കലാണ് നോമ്പ് മുറിക്കുന്നതിനേക്കാൾ ഏറ്റവും അഫ്ളലി എന്നതാണ്. നിസ്കാരം അങ്ങനെയല്ല. നിസ്കാരം ജമ്മും കസറാക്കി നിസ്കരിക്കാൻ വൈദൂരമുള്ള ഒരു യാത്രയിൽ ഒരാൾ ദീർഘയാത്ര ചെയ്യുകയാണെങ്കിൽ അവന് ജമ്മും കസറുമാക്കി നിസ്കരിക്കലാണ് അഫ്ളലി. പക്ഷെ നോമ്പിനെ സംബന്ധിച്ചിടത്തോളം അവന് ബുദ്ധിമുട്ടില്ലാത്തൊരു യാത്ര എന്നാ പറയപ്പെട്ട വൈദൂരം. അത് നമ്മളെ നാട്ടിൽ നിന്നൊക്കെ ഒരാൾ ദുബായിലേക്ക് പോവാണ്, യുഎഇയിലേക്ക് പോവാൻ എത്ര വലിയ പ്രയാസമൊന്നും യാത്രക്ക് പറയാനില്ല. എന്നാൽ അവന് നോമ്പ് മുറിക്കൽ അനുവദനീയമായ കക്ഷി ആയതോടൊപ്പം തന്നെ അവന് നോമ്പ് നോറ്റുകൊണ്ട് പോവലാണ് ഏറ്റവും അഫ്ളലി എന്നതാണ്. ഒരാൾ മുറിച്ചു വെച്ചിട്ട് അവർ കുറ്റക്കാരനാവൂല. സാധാരണ നോമ്പ് നോറ്റിട്ട് ആ മനുഷ്യൻ മുറിക്കൽ ഹറാമാണ്, കുറ്റമാണ്. ആ കുറ്റമാർക്കില്ല. ഈ അനുവദനീയമായ ഒരാൾ ചെയ്യുകയാണെങ്കിൽ ഒരു വിരോധമൊന്നുമില്ല. പക്ഷെ അവനെ മുറിച്ചു പോകുന്നതിനേക്കാളും എന്റെ അഫ്ളൽ എന്താണ്? നോറ്റു പോവലാണ്. പ്രത്യേകം അവിടെ നിന്ന് ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം. ഇവിടെ യാത്രക്കാരനേക്കാണ് നോമ്പ് ഒഴിവാക്കൽ അനുവദനീയം. മനസ്സിലാവണ്ടല്ലേ? യാത്രക്കാരനേക്കാണ് നോമ്പ് ഒഴിവാക്കാൻ അനുവാദമുള്ളത്. യാത്ര പോവാൻ ഉദ്ദേശിക്കുന്നവന് നോമ്പ് ഒഴിവാക്കൽ അനുവാദമല്ല. മനസ്സിലാക്കിണ്ടാവുന്ന കരുതുന്നു. അതായത് നമ്മുടെ നാട്ടിലൊക്കെ ചെറിയ സ്വഭാവമുണ്ട്.
ഉച്ചക്ക് 2 മണിക്കാണോ വീട്ടിൽ നിന്ന് യാത്ര ഇറങ്ങുന്നത്, അന്ന് നേരം വെളുക്കുമ്പോഴേ ഓരോ നോമ്പില്ല, 10 മണിക്കൊക്കെ നാസ്ത കഴിച്ചിരിക്കുന്നു, അത് ഹറാമാണ്. ഓന രാവിലെ നോമ്പ് ഒഴിവാക്കുമ്പോ യാത്രക്കാരനോ അതോ നാട്ടിലുള്ളവനോ? നാട്ടിലുള്ളവനാണോ ഓനെങ്ങനെ നോമ്പ് ഒഴിവാക്കുക? ഓന് നോമ്പ് ഒഴിവാക്കി 2 മണിക്ക് ഓന് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ആളെ ഉച്ചക്കത്തെ ഭക്ഷണം രാവിലത്തെ നാസ്തി കഴിച്ചിട്ട് ഞാൻ യാത്ര പോവാണ് നോമ്പ് ഒഴിവാക്കാന്ന് പറഞ്ഞ് യാത്ര പോലെ ഹറാമാണ്. അവൻ എന്ത് ചെയ്യണം? അവന്റെ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് അവൻ അത്താഴം കഴിച്ച് നോമ്പ് നോൽക്കണം. ആ നോമ്പ് നോറ്റിട്ടോ യാത്ര പോകണം. ആ യാത്രയിൽ അവന് വേണമെങ്കിൽ എന്ത് ചെയ്യാം? നോമ്പിനെ ഉപേക്ഷിക്കാം. ബുദ്ധിമുട്ടൊന്നുമില്ലെങ്കിലോ ആ നോമ്പിനെ തുടർന്നുകൊണ്ട്, അതാണ് നോമ്പ് നോൽക്കലാണ് മുറിക്കുന്നതിനേക്കാൾ അഫ്ദൽ എന്ന് പറയാൻ കാരണം, നോറ്റൊരു വ്യക്തിയാണല്ലോ മുറിച്ച. നോമ്പ് നോറ്റോനെ സംബന്ധിച്ചാണ് നോമ്പ് മുറിക്കുക എന്ന് പറഞ്ഞത്. അപ്പൊ അവന് നോമ്പ് നോൽക്കാതിരിക്കൽ അനുവദനീയം എന്നല്ല കിതാബിലുള്ളത്. നോമ്പ് നോറ്റിട്ടുണ്ടെങ്കിൽ അവനത് മുറിക്കൽ അനുവദനീയമാണ്. അപ്പൊ മുറിക്കലിന് അവൻ എന്തുണ്ടാവണം? നോമ്പുണ്ടാവണം. അപ്പൊ വീട്ടിൽ നിന്ന് അവൻ നോമ്പുകാരനായി പോവണം. എന്നിട്ട് യാത്രയിൽ അവന് പ്രയാസം അനുഭവിക്കുകയാണെങ്കിൽ ആ യാത്രയിൽ അവന് നോമ്പ് മുറിക്കൽ അനുവദനീയമാണ്. ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു മസലയാണ്. നമ്മുടെ നാട്ടിലൊക്കെ സ്വഭാവം എന്താ വെച്ചാൽ 4 മണിക്ക് യാത്ര പോവുകയാണെങ്കിലോ കണക്കൂട്ടണെങ്കില് നോമ്പറക്കല് ശരിയാവില്ല. അപ്പൊ എന്ത് ചെയ്യാം? രാവിലെ തന്നെ കറക്കുക. അത് തെറ്റായ വിഷയമാണ്, കുറ്റകരമാണ്. അപ്പൊ നമുക്കറിയാലോ, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലെ പണിക്ക് പോകുന്ന, തൊഴിലിന് പോകുന്ന ആളുകൾക്ക് നോമ്പ് ഒഴിവാക്കാൻ അനുവദനീയമായ ഘട്ടം. ചോദിച്ചാൽ എടുക്കേണ്ട ആൾക്കാര് വേറെ ഒക്കെ ചെയ്തിട്ടുണ്ടോ? പിന്നെ ഹസ്വാദികൾ എന്ന് പറയുന്ന ആളുകൾക്ക് നോമ്പ് ഒഴിവാക്കൽ അനുവദനീയമായ ആൾക്കാരാണ്. അവരെന്ത് ചെയ്യണം? രാവിലെ നോമ്പ് നോറ്റു പോകണം. അപ്പൊ കരിക്കല്ല് വേടാൻ പോകുന്ന ആളാണ്. ഓനാ പണിക്ക് പോയേ പറ്റും. എന്റെ കുട്ടികളെ പോട്ടെങ്കിൽ അതിന് പോകണം. പക്ഷെ വീട്ടിൽ നിന്ന് നോമ്പ് മുറിച്ച് രാവിലെ നല്ലോണം നാസ്ത കഴിച്ചു പോകൽ ഹറാമാണ്. അവൻ നോമ്പ് നോറ്റിട്ട് പോകണം. നോമ്പ് നോറ്റു പോയിട്ട് അവന് ചിലപ്പോൾ വെയിൽ ചൂടാകുന്ന സമയത്ത് ദാഹം കഠിനമായി, വിശപ്പ് കഠിനമായി, തൊഴിലെടുക്കാൻ പറ്റാതെ വരുന്ന ഒരു ഘട്ടമുണ്ടെങ്കിൽ അവൻ അപ്പോൾ കൊടുക്കാമെന്നതാണ്. ഇല്ല, ആ പണി കഴിയുമ്പോൾ ഒരു പ്രയാസമില്ല, നോമ്പ് ഒഴിവാനാക്കണമെന്നാണ്. മറിച്ച് അദ്ദേഹത്തിനെ നീക്കാതെ രാവിലെ നല്ലോണം നാസ്ത കഴിച്ചിട്ട് തൊഴിലിന് പോകുന്നതും ഹറാമാണ്. രാവിലെ തന്നെ നോമ്പ് ഒഴിവാക്കി എന്റെ പരിപാടിയാണ്, ജോലിക്ക് പോവാണ്ട്. ഇസ്ലാം ഓരോന്നിനും വ്യവസ്ഥ വെച്ചിട്ടുണ്ട്. ആ വ്യവസ്ഥ പ്രകാരം ചെയ്യുമ്പോഴേ തൊഴിലാളിയും രക്ഷപ്പെടൂ, യാത്രക്കാരനും രക്ഷപ്പെടൂ. യാത്രക്കാരന് യാത്രയിലാണ് മുറിക്കൽ അനുവദനീയം, വീട്ടിൽ വെച്ചുകൊണ്ട് മുറിക്കൽ അനുവദനീയമല്ല. അതാണ് ഖസറായിരിക്കുന്ന യാത്രക്കാരനും മുറിക്കാം. ഇനി മറ്റൊന്ന്, രോഗി. പല രോഗികളുണ്ടാവും, പല വിധത്തിലുള്ള രോഗികളും ഉണ്ട്. അതൊക്കെ ആ രോഗി എന്നതിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ട് അവിടെ അവസാനിപ്പിക്കും. പിന്നെ ഒരു നാശത്തിനെ പേടിച്ചു. അങ്ങനത്തെ വലിയ കഠിനമായ ചൂടുള്ള പ്രദേശങ്ങളിൽ ജോലിക്കൊക്കെ പോകുന്ന ആളുകൾക്ക് ചിലപ്പോ കഠിനമായ ദാഹം, മൗത്ത് വരെ സംഭവിച്ചു പോകാൻ പറ്റാവുന്ന നിലക്കുള്ള പ്രയാസങ്ങൾ വരികയാണെങ്കിൽ, നോമ്പ് കാരണം അവനത് പ്രയാസം സൃഷ്ടിക്കുന്നുവെങ്കിൽ, ശക്തമായ ദാഹമോ ശക്തമായ വിശപ്പോ കാരണം അവന്റെ ജീവന് ഭീഷണിയാവുകയാണെങ്കിൽ അവന് നോമ്പ് മുറിക്കൽ അനുവദനീയമാണ്. ജീവന് ഭീഷണി, ദാഹം എന്ന് മനസ്സിലാവുണ്ടാവും. അതായത് ചെറിയ എന്തെങ്കിലും തരി കിടപ്പിച്ചിട്ട് ഭയങ്കര ക്ഷീണമെന്ന് പറഞ്ഞാൽ അത് മുറുക്കണോന്ന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർമ്മപ്പെടുത്തിയ പോലെ കൂലി തരാനും ഒക്കെ അവന്റെ മനസ്സറിയുന്ന എല്ലാവരും ഒരുപായ തമ്പുരാനാണ്. അവനാണല്ലോ ഇതിന് കൂലി തരുന്നത്. ഹദീസിലൊക്കെ നമ്മൾ പഠിച്ചില്ലേ? അസ്സൗമുലി,
നോമ്പ് എനിക്കുള്ളതാണ്, ഞാനാണ് അതിൽ കൂലി നൽകുന്നത്. എന്താണ് അങ്ങനെ പറയാൻ കാരണം? ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ ആർക്കാണ് നോമ്പില്ലാത്തത് എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഒരാളെ കൊണ്ടും പറയാൻ സാധ്യമല്ല. ഇത് റമദാൻ ആയതുകൊണ്ട് നമ്മളൊക്കെ കേൾക്കും ഓരോ നോമ്പുണ്ട്, മറ്റോരോ നോമ്പുണ്ട്. പക്ഷെ നോമ്പില്ലാത്തവരുണ്ടാകും. പക്ഷെ അത് റബ്ബിന് മാത്രമേ അറിയൂ. നിസ്കാരം മനുഷ്യന്മാര് കാണും, ഹജ്ജ് മനുഷ്യന്മാര് കാണും, സക്കാത്ത് കൊടുക്കുന്നതും മനുഷ്യന്മാര് കാണും. പക്ഷെ നോമ്പൊരു മനുഷ്യൻ്റെത് അള്ളാഹുവിനല്ലാതെ അറിയാൻ കഴിയില്ല. അള്ളാഹുവിനല്ലാതെ അറിയാൻ കഴിയില്ല. ഇപ്പത്തെ റമദാൻ ആയതുകൊണ്ട് നമുക്ക് നോമ്പുണ്ട് നമ്മൾ വിചാരിക്കാണ്. പക്ഷെ റമദാനല്ലാത്ത ദിവസത്തിൽ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയൊക്കെ പല മനുഷ്യന്മാരും നോമ്പ് നോൽക്കുമ്പോ അവൻ പള്ളിയിൽ വന്നപ്പോ നമുക്ക് മനസ്സിലായിട്ടില്ല അയാൾ നോമ്പുകാരനായിരുന്നു എന്ന്. അല്ലെങ്കിൽ നമ്മുടെ കൂടെ പല വിഷയങ്ങൾക്കും ഒരുമിച്ച് കൂടിയപ്പോ നമ്മൾക്ക് ആർക്കും മനസ്സിലായില്ല നോമ്പുകാരനാണെന്ന്. നമുക്ക് ആകെ മനസ്സിലാവും ഭക്ഷണത്തിന്റെ സമയത്ത് നമ്മളെ കൂടെ ഭക്ഷണം കഴിക്കുന്നില്ലെങ്കിൽ അയാൾ നോമ്പുകാരനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കും, അല്ലെങ്കിൽ അയാൾ പറയും. അപ്പൊ അള്ളാഹുവിന് മാത്രം മനസ്സിലാകുന്ന ഒരു സംഗതി ആയതുകൊണ്ടാണ് നോമ്പ് എനിക്കുള്ളതാണ്, അതിന് കൂലി കൊടുക്കുന്നവനും ഞാനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഹലാക്ക് അവന്റെ മനസ്സിലുണ്ടാവുന്നത് അവനും അവന്റെ പടച്ച തമ്പുരാനും മാത്രമാണ് അറിയുക. അപ്പൊ ഈ പറയപ്പെട്ട വിഷയങ്ങൾക്ക് രോഗം, യാത്ര, ഇങ്ങനത്തെ വല്ല ഭയപ്പാടുകളുമുള്ള ആളുകൾക്ക് നോമ്പ് ഒഴിവാക്കൽ അനുവദനീയമാണ്. നോമ്പുള്ള ആളുകൾ നോമ്പ് ഒഴിവാക്കുന്ന വിഷയം നമുക്ക് സാധാരണ നമുക്കറിയാവുന്നതാണ്. ഹൈദുകാരി നിഫാസുകാരികൾക്ക് നോമ്പ് നോക്കാൻ പാടില്ല. പക്ഷേ നോമ്പ് അവരുടെ മേൽ നിർബന്ധമായി കടക്കുന്നുണ്ട്. പരിശുദ്ധ റമദാൻ കഴിഞ്ഞതിന് ശേഷം അവർ ഖളാ വീട്ടണം എന്നത് നിബന്ധനയാണ്. ഇനി ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഖളാ വീട്ടേണ്ട ആളുകൾ നോമ്പ് ഒഴിവാക്കിയതിന്റെ പേരിൽ ഖളാ മാത്രമുള്ള ആളുകൾ, ഇനി ഖളാ വീട്ടാതെ മുദ്ദ് കൊടുക്കേണ്ട ആളുകൾ, ഖളാഉം മുദ്ദുമുള്ള ആളുകൾ, രണ്ട് മുദ്ദ് കൊടുക്കേണ്ട ആളുകൾ, ഇതൊക്കെയാണ് നമുക്ക് ചർച്ച ചെയ്യാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതെല്ലാവരും ഇവിടെ ഉണ്ടല്ലേ? ഇങ്ങനത്തെ മസല ക്ലാസ് ആകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. കാരണം നിങ്ങൾ ഇഷ്കാലുകൾ ഉണ്ടാവണമെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കണം. അതുകൊണ്ടാണ് പരമാവധി നമ്മൾ ഉള്ളിലേക്ക് ആളുകൾ ഇരുന്നവർക്ക് നമ്മൾ ഈ വിഷയത്തിൽ നേരെ പങ്കാളികളാവാൻ കഴിയും എന്ന് പറയാൻ പറയാം. ഖളാ വീട്ടേണ്ട ആളുകൾ, ഒന്ന് രോഗി തന്നെ. ഓനിപ്പോ റമദാനിലെ രോഗം ഉണ്ടായി നോമ്പ് ഒഴിവാക്കി, പരിശുദ്ധ റമദാൻ ശരീഫ് കഴിഞ്ഞാൽ ഖളാ വീട്ടണം. രോഗം പ്രകൃതമായതുകൊണ്ട് റമദാൻ കഴിഞ്ഞിട്ട് പിറ്റേന്ന് തന്നെ നോമ്പ് ഖളാ വീട്ടണം എന്നില്ല. അങ്ങനെ നിർബന്ധമായ ഒരു കൽപ്പന അവിടെയില്ല. അടുത്ത റമദാൻ വരുന്നതിന്റെ മുമ്പായി അവൻ അവന്റെ ഒഴിവ് സമയത്തിനനുസരിച്ച് ഖളാ വീട്ടിയാൽ മതി. രണ്ടാമത്തെ യാത്രക്കാരൻ, അവനും ഖളാ വീട്ടേണ്ട ആളാണ്. അവൻ ഒഴിവാക്കൽ അനുവദനീയമാണ് എന്ന് പറഞ്ഞാലും അവന്റെ ആ യാത്ര എന്ന തടസ്സം കഴിഞ്ഞതിന് ശേഷം, യാത്ര അവസാനിച്ചതിന് ശേഷം, റമദാനിന് ശേഷം അവൻ ഖളാ വീട്ടൽ നിർബന്ധമായ ആളുകളാണ്. അവരൊക്കെ നോമ്പ് ഒഴിവാക്കിയവരാണ്. ഇനി അതേപോലെ ഖളാ വീട്ടേണ്ട ആളുകളാണ് ഇന്നലത്തെ ക്ലാസ്സിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ രാത്രി ഒരാൾ നിയ്യത്ത് വെക്കാൻ മറന്നുപോയി, നിയ്യത്ത് ഉപേക്ഷിച്ചു. നിയ്യത്ത് ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അയാൾ നോമ്പുകാരനല്ല. പക്ഷേ നോമ്പുകാരന്റെ എല്ലാ ആചാരങ്ങളും അവൻ ആചരിക്കുന്ന നിർബന്ധമാണ്. അതായത് ഒരു നോമ്പുകാരനിക്ക് എന്തൊക്കെ നിർബന്ധമുണ്ടോ അതൊക്കെ അവൻ പാലിക്കാൻ നിർബന്ധമാണ്. നോമ്പില്ല എന്നതുകൊണ്ട് അവന് ഭക്ഷണം കഴിക്കാൻ പറ്റൂല, നോമ്പില്ല എന്നതുകൊണ്ട് ഭാര്യമാരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റൂല, അതൊക്കെ ഹറാമാണ്. പക്ഷെ ഒരു നോമ്പുകാരൻ ബന്ധപ്പെട്ടാലുള്ള ശിക്ഷ അത്ര പ്രായശ്ചിത്തം ആർക്കില്ല. ഈ നോമ്പ് നിയ്യത്ത് മറന്നിട്ട് നോമ്പ് നഷ്ടപ്പെട്ട് നിൽക്കുന്ന ആള് ചെയ്തത് കൊണ്ട് പ്രായശ്ചിത്തത്തിന്റെ വിഷയത്തിൽ
നോമ്പുകാരനായ നിലയ്ക്ക് ഭാര്യയുമായി ബന്ധപ്പെട്ടതൊക്കെ ഇൻഷാ അല്ലാഹ് പറയുന്നുണ്ട്. അതേപോലെ നിർബന്ധമില്ല. അവൻ ചെയ്തത് തെറ്റാണ്, കുറ്റമാണ് എന്ന് മാത്രമാണ്. അപ്പൊ നീയത്ത് ഒഴിവാക്കിയതായിരിക്കുന്ന ആളുകൾ അവരും ഖദാ വീട്ടേണ്ടതായിരിക്കുന്ന ആളുകളാണ്. അതുപോലെ തന്നെ ഹൈദ് നിഫാസ് പോലത്തത് കൊണ്ട് നോമ്പ് ഉപേക്ഷിച്ചതായിരിക്കുന്ന ആളുകൾ അവരും ഖദാ വീട്ടേണ്ട ആളുകളാണ്. അവർക്ക് നിസ്കാരം ഖദാ വീട്ടേണ്ടതില്ല. നിസ്കാരം ഒരു ഖദാ വീട്ടാണ്. കാരണം അത് മാസാമാസം അങ്ങനെ വരുന്നത് കൊണ്ട് പരിശുദ്ധ ദീനുൽ ഇസ്ലാം അവർക്കൊരു അളവ് കൊടുത്തതാണ്. ആ സമയത്ത് നിസ്കരിക്കാനും പാടില്ല, പിന്നെ അവർ നിസ്കാരം ഖദാ വീട്ടുകയും ചെയ്യേണ്ടതില്ല. പക്ഷെ നോമ്പല്ല. അത് ഹൈദുള്ള സമയത്താണെങ്കിലും നിഫാസുള്ള സമയത്താണെങ്കിലും ഉപേക്ഷിക്കണം. ആ സമയത്ത് നോമ്പ് നോൽക്കാൻ പാടില്ല. മറിച്ച് പരിശുദ്ധ റമദാൻ ശരീഫ് കഴിഞ്ഞതിന് ശേഷം അവർക്ക് ഇതിനൊക്കെ മാറ്റങ്ങൾ വരുമ്പോ അവർ എത്ര ദിവസമാണോ നഷ്ടപ്പെട്ടതെങ്കിൽ അത്രയും ദിവസത്തെ നോമ്പുകൾ അവർ ഖദാ വീട്ടണം. നമ്മളെ സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രതിസന്ധി ആ വിഷയത്തിൽ മാത്രമാണ്. കാരണം റമദാനിലെ 30 ദിവസം ഒരു പെണ്ണിന് നിഫാസ് ഉണ്ടായാൽ പിന്നെ റമദാൻ കഴിഞ്ഞതിന് ശേഷം 30 നോമ്പാണ് നോറ്റി വീട്ടിൽ കിട്ടണമെങ്കിൽ ചെറിയ പ്രയാസം അനുഭവിച്ചാൽ പോലെ അല്ലാഹു അവർക്ക് വലിയ കൂലി നൽകട്ടെ. ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്തരം തടസ്സങ്ങളില്ല. ആണുങ്ങൾക്കാണ് തീരെ നോറ്റ് കൂട്ടാൻ കഴിയില്ല. പെണ്ണുങ്ങളെ എങ്ങനെയും ഒപ്പിച്ചു. ആണുങ്ങളാണ് പോയത് തന്നെ. പിന്നെ അയിമ ഓട് ഒന്നാകെ പോകേണ്ട ഒരവസ്ഥയൊക്കെയാണ്. അതുകൊണ്ട് പ്രത്യേകം നാം ശ്രദ്ധിക്കണം. നോമ്പൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഖദാ വീട്ടണം. നോമ്പ് നഷ്ടപ്പെട്ട നോമ്പുകൾ ഖദാ വീട്ടൽ നിർബന്ധമാണ്. അത് ഖദാ വീട്ടാതെ നമ്മൾ മരണപ്പെട്ടാൽ നമ്മുടെ കുടുംബക്കാരും അത് നോറ്റി വീട്ടുന്നില്ലെങ്കിൽ നമ്മുടെ അനന്തര സ്വത്തിൽ നിന്ന് അതിന്റെ പ്രായശ്ചിത്തം നൽകിയാലേ പരലോകത്ത് നമുക്ക് രക്ഷ കിട്ടുകയുള്ളൂ. കുടുംബക്കാർക്ക് നോറ്റി വീട്ടാം, അതിന് വിരോധമല്ല. അല്ലെങ്കിൽ കുടുംബക്കാര് സമ്മതം നൽകപ്പെട്ട ആർക്കെങ്കിലും ഒരാൾക്ക് നോറ്റി വീട്ടാം. പക്ഷെ അതിന് നോമ്പ് ഖദാഉണ്ടെന്ന് ബാപ്പ കുടിക്കുന്നവരിൽ പറയണ്ടേ? പറഞ്ഞാലല്ലേ അറിയുള്ളൂ. പൊരയിൽ നോൽപ്പും അങ്ങാടിയിൽ നോൽപ്പില്ലാതെയായ പിന്നെ എങ്ങനെയപ്പത് ഖദാ ആയിക്കോളെന്ന് പരക്കാർക്കറിയാം. ഇപ്പൊ ആ പ്രയാസം കേട്ടോ. പണ്ടൊക്കെ അങ്ങനത്തെ കുറെ നോമ്പ് കള്ളന്മാരുണ്ട്. വീട്ടില് നോൽപ്പ്, അങ്ങാടിയിൽ കിട്ടുന്ന ഉടനേലൊക്കെ ഒരു ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നല്ല ഉഷാറായിട്ട് വീട്ടിൽ വണങ്ങുന്നത് ആ സാധുക്കൾ ഉണ്ടാക്കിയ ഭക്ഷണം നോമ്പങ്ങനായിട്ട് നല്ലോണം വെട്ടി കൊടുക്കുന്ന സ്വഭാവം ഇപ്പൊ അതൊക്കെ കുറഞ്ഞിട്ടുണ്ട്. കുട്ടികൾക്ക് ഈമാൻ കുറഞ്ഞതോടുകൂടെ ഈ തോന്നിയസനം കുറഞ്ഞിട്ടുണ്ട്. പണ്ടുള്ള മനുഷ്യന്മാർക്ക് നല്ല ഈമാനുള്ള മനുഷ്യന്മാരെ അമല് കുറവേ നോക്കി. കാരണവന്മാർക്കൊക്കെ അറിയാവുന്ന ജുമയ്ക്കൊക്കെ വളരെ തുച്ഛം ആളുകളുണ്ടാവുക. ജുമയ്ക്ക് വരാത്ത ഒരുപാട് മനുഷ്യന്മാര് ഓരോരോ ഷോയിലേക്ക് ഇങ്ങനെ നടക്കുന്നുണ്ടാവും. പ്രത്യേകിച്ച് ദൃശ്യമുള്ള ഭാഗങ്ങളാണെങ്കിൽ പിന്നെ അത് നടുന്ന കാലാണെങ്കിൽ ആ വെള്ളിയാഴ്ചയും കാര്യമില്ല. ആൾക്കാർ പള്ളിക്ക് കൂടിയും പോകില്ല. എവിടേക്കാരാ പോത്തിന്റെ പിന്നാലെ ആ കൃഷിയിടത്തിലുണ്ടാവും. ഇപ്പൊ അൽഹംദുലില്ലാഹ് ഇതൊക്കെ മാറ്റമുണ്ട്. പക്ഷേ പ്രവൃത്തിയിൽ മാറ്റങ്ങൾ ധാരാളം ഉണ്ടെങ്കിലും ഈമാനികപരമായി മനുഷ്യൻ വലിയ തകർച്ചയാണ്. ആ കാലഘട്ടത്തിൽ 5 വക്ത് നിസ്കരിക്കുന്ന ഒരു മനുഷ്യനെ നല്ലൊരു സ്വാധീനം. 5 വക്ത് ജമാഅത്തിന് പോകുന്ന ആളാണെങ്കിൽ അയാളൊരു സ്വാലിഹൻ. അയാളെ കൂടെ മന്ത്രിച്ചോദിപ്പിച്ചാൽ വലിയ ഫലം ഉണ്ടാകും. ഇപ്പൊ എന്നെ പോലത്തെ മൂല്യന്മാര് മന്ത്രിച്ചോദിയാൽ തന്നെ ഫലമില്ല. പിന്നെ കാണന്മാരെ കാര്യം പറഞ്ഞു എന്നെ പറയുമ്പോ നമുക്കൊരു സമാധാനമില്ലേ? ഇതാണ് എന്നെ പറ്റി പറഞ്ഞത്. അവനാളെ പറയുന്നതാണ് എല്ലാവർക്കും ദേഷ്യവും. മറ്റൊരാളെ പറയുമ്പോൾ കേൾക്കാൻ രസമാണ്. ഏതായിരുന്നാലും അല്ലാഹു തആല നമ്മൾ ആഖിറ സമാനങ്ങളുടെ ആളുകളാണ്. പഠിച്ചു നമുക്ക് ഈമാനെ വർദ്ധിപ്പിച്ചു തരട്ടെ. അപ്പൊ അങ്ങനെയുള്ള ആളുകള് നോമ്പ് ഖദാ വീട്ടിയാൽ മാത്രം മതി.
റമദാൻ കഴിഞ്ഞതിന് ശേഷം അടുത്ത റമദാൻ വരുന്നതിന് മുമ്പ് ഒഴിവിനനുസരിച്ച് കൊണ്ട് അവന് ഖളാ വീട്ടിയാൽ മതി, വേറെ ഒന്നും നൽകേണ്ടതില്ല. ഹയാത്തുള്ള കാലത്ത് ഇന്റെ നോമ്പ് മറ്റൊരാളെ നോക്കാൻ പറ്റുള്ളൂ. ഇനി അയാള് സുഖമില്ലാതെ രോഗിയായി കിടക്കുന്ന ആളാണ്, ഇനി അയാളെ രോഗം മാറുമെന്ന് പ്രതീക്ഷയുമില്ലാത്ത രോഗിയാണെങ്കിൽ, ഇപ്പൊ രോഗിയാണ്, ആ രോഗം മാറുമെന്ന് പ്രതീക്ഷയുമില്ലാത്ത രോഗിയാണെങ്കിൽ അയാൾക്ക് നോമ്പ് നിർബന്ധമില്ല. പറയുന്ന മനസ്സിലാണ്ടോ? അപ്പോൾ അയാൾ രോഗിയാണ്, ആ രോഗം മാറുമെന്ന് പ്രതീക്ഷയുമില്ല, അത് മരണത്തോടുകൂടി അവസാനിക്കുന്ന ഒരു കക്ഷിയാണെങ്കിൽ അയാൾക്ക് നോമ്പ് നിർബന്ധമില്ല. അയാൾക്ക് നിർബന്ധമുള്ളത് സാമ്പത്തികമായി അയാൾക്കോ അയാളുടെ ആൺമക്കൾക്കോ കഴിവുണ്ടെങ്കിൽ അയാൾക്ക് ഒരു ദിവസത്തിന് ഒരു മുദ്ദ് വീതം കൊടുക്കുകയാണ് അവിടെ ബാധ്യതയുള്ളത്. പ്രത്യേകം കിതാബിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, പ്രായമായതുകൊണ്ട് നോമ്പ് നോൽക്കാൻ കഴിയാത്ത ആളുകൾ, പ്രായമായതുകൊണ്ട് നോമ്പ് നോൽക്കാൻ കഴിയാത്ത ആളുകൾ, അത് പിന്നെ പ്രായം മാറിയിട്ട് നല്ലൊരു കാലം വരൂലല്ലോ, അവരും മാറാ രോഗികളായ ആളുകൾ, ഈ അത് മാറൂല എന്ന് മാറുമെന്ന് പ്രതീക്ഷയില്ലാത്ത രോഗികൾക്കും നോമ്പ് നിർബന്ധമില്ല. അവർക്ക് നിർബന്ധമുള്ളത് മുദ്ദ് മാത്രമാണ്. ആ മുദ്ദ് നോമ്പിന്റെ പകരം അല്ല. നോമ്പിന്റെ പകരം അല്ല. കാരണം അവർക്ക് നോമ്പ് നിർബന്ധമായാലല്ലേ നോമ്പിന്റെ പകരം എന്ന് പറയാനുള്ളൂ. അവർക്ക് എന്താവുന്നില്ല, നോമ്പ് നിർബന്ധമാകുന്നില്ല. നോമ്പ് നിർബന്ധമാവാത്തത് കൊണ്ട് അവർക്ക് നിർബന്ധമാകുന്നത് മുദ്ദാണ്. അതുകൊണ്ട് തന്നെ ഫുഖഹാ പ്രത്യേകം പറഞ്ഞു, ആ മുദ്ദ് കൊടുക്കാൻ അവർക്ക് നിർബന്ധമാകുന്നത് അവർക്കോ അവിടെ ആൺമക്കൾക്കോ സാമ്പത്തികമായി ഉണ്ടെങ്കിൽ മാത്രമേ മുദ്ദും അവർക്ക് നിർബന്ധമുള്ളൂ. അപ്പോൾ ഒരു ഫഖീറായ സാധുവാണ്, അയാൾക്ക് ആൺമക്കളില്ല, കുട്ടികളുണ്ട്, ഓരോ സ്വത്ത് വാപ്പാന്റെ സ്വത്തായി കൂട്ടൂല. ആൺകുട്ടികളുടെ സ്വത്ത് വാപ്പാന്റെ സ്വത്തായിട്ട് കൂട്ടും. ആൺകുട്ടികൾക്ക് സമ്പത്തുണ്ടെങ്കിൽ വാപ്പാക്ക് ഒന്നുമില്ലെങ്കിലും ആ വാപ്പാനെ ഫക്കീറാക്കി കൂട്ടാൻ പറ്റൂല, ആ വാപ്പാക്ക് സക്കാത്ത് തൊട്ടാ കൂടൂല. ആൺകുട്ടികളുടെ മേൽ നിർബന്ധമാണ് വാപ്പാനെ സംരക്ഷിക്കല്. ആൺകുട്ടികളുടെ സമ്പത്ത് വാപ്പാന്റെ സമ്പത്ത് പോലെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അയാൾക്കോ അയാളുടെ ആൺമക്കൾക്കോ സാമ്പത്തികമായി കഴിവുണ്ടെങ്കിലേ ആ രോഗിക്കും അതേപോലെ പ്രായമായ ആൾക്കും മുദ്ദും നിർബന്ധമുള്ളൂ. ഇനി അയാൾക്ക് കഴിവില്ല, നോമ്പൊൽക്കാല ശാരീരികമായ കഴിവില്ല, മുദ്ദ് കൊടുക്കാനുള്ള സാമ്പത്തികമായ കഴിവുമില്ലെങ്കിൽ ആ വ്യക്തിന്റെ പേരിൽ മുദ്ദും നിർബന്ധമില്ല. ഇസ്ലാം വളരെ ലളിതമാണ്, കുടുസാക്കിയിട്ടില്ല. സാമ്പത്തികമില്ലാത്തവന് കടം വാങ്ങിയിട്ട് മുദ്ദ് കൊടുക്കുന്ന മസലല്ല. എപ്പോഴാണ് സാമ്പത്തികം നോക്കേണ്ടത്? ഈ റമദാനു ശരീഫിന്റെ ആ മാസത്തിലൊരു സാമ്പത്തികം ഉണ്ടാവണം. റമദാനൊക്കെ കഴിഞ്ഞു, ശവ്വാല് ദുൽഖഅദില് നല്ല സമ്പത്തുണ്ടായി, റമദാനിലെ മുദ്ദ് കൊടുക്കേണ്ടതില്ല. എപ്പോഴാണോ നോമ്പ് നിർബന്ധമാകുന്നതെങ്കിൽ ആ കാലത്ത് ജീവിക്കുന്ന സമയത്ത് അവർക്ക് സാമ്പത്തികമായി ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് മുദ്ദും നിർബന്ധമാകുന്നുള്ളൂ. അപ്പോ സൂചിപ്പിച്ചത്, ചോദ്യത്തിന്റെ മറുപടി അടിയിൽ പറഞ്ഞത് മാത്രം സൂചിപ്പിച്ചത്, ഖദാ വീട്ടുക എന്ന് നിർബന്ധമുള്ള ഒരു വിഭാഗത്തിനെയാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഖദാ വീട്ടുകയും മുദ്ദ് കൊടുക്കുകയും ചെയ്യേണ്ടതായിരിക്കുന്ന ആളുകൾ, ഒരു നോമ്പിനെ ഖദാ വീട്ടും വേണം, മുദ്ദ് കൊടുക്കുകയും ചെയ്യും. അതാരാ? നോമ്പിനെ ഖദാ വീട്ടും വേണം, മുദ്ദ് കൊടുക്കുന്നത് രണ്ടാളുകൾ, ആ രണ്ടു സ്ത്രീ തന്നെ. ഒന്ന് ഗർഭിണിയായ സ്ത്രീ,
കുട്ടികൾക്ക് മുലയൂട്ടുന്ന സ്ത്രീ, ഈ കുട്ടികൾക്ക് മുലയൂട്ടുന്ന സ്ത്രീക്കും ഗർഭിണിയായ സ്ത്രീക്കും അവരുടെ ശാരീരിക അസ്വസ്ഥത ഉണ്ടെങ്കിലും നോമ്പ് ഒഴിവാക്കാം. അവർക്ക് ശാരീരിക അസ്വസ്ഥത ഇല്ല, പക്ഷെ നോമ്പ് നോറ്റത് കൊണ്ട് കുട്ടിക്ക് പ്രയാസം വരുമെന്ന് ഒരു ഡോക്ടർ, വിശ്വാസയോഗ്യനായ ഒരു ഡോക്ടർ പറഞ്ഞു. നോമ്പ് നോറ്റാൽ നിങ്ങളുടെ വയറ്റിലുള്ള കുട്ടിക്ക് അത് ക്ഷീണം പറ്റും. മുലയൂട്ടുന്ന ഉമ്മയോട് പറഞ്ഞു, നിങ്ങൾ മുലയൂട്ടിയാൽ, നിങ്ങൾ നോമ്പ് നോറ്റാലേ നിങ്ങളുടെ കുട്ടിക്ക് അതുമായി ബന്ധപ്പെട്ട് പാലോ സംബന്ധിച്ച് പ്രയാസം ശ്രദ്ധിക്കും, അതുകൊണ്ട് നിങ്ങൾ 6 മാസം നോമ്പ് നോൽക്കുന്നതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് നോമ്പ് ഒഴിവാക്കൽ അനുവദനീയമാണ്. ആ പറയപ്പെട്ട സ്ത്രീകൾ കുട്ടിയുടെ ആവശ്യത്തിന് വേണ്ടിയാണ് നോമ്പ് ഒഴിവാക്കിയതെങ്കിൽ അവര് നോമ്പിനെ ഖളാ കൂട്ടുകയും ചെയ്യണം. ഓരോ നോമ്പിനും ഒരു മുദ്ദ് വീതം നൽകുകയും ചെയ്യും. അതേസമയം ഈ ഗർഭിണിയായിരിക്കുന്ന സ്ത്രീ നോമ്പ് ഉപേക്ഷിച്ചത് കുട്ടിയുടെ വിഷയത്തിന് വേണ്ടിയല്ല, അവളുടെ ശാരീരിക പ്രശ്നത്തിന് വേണ്ടിയിട്ടാണ്. ചില സഹോദരിമാര് ഗർഭം ചുമന്നാൽ അവര് ഛർദിച്ച് ആകെ എടങ്ങാറാണ്. ആ ഛർദി വന്നാൽ പിന്നെ ഓരോ ആരോഗ്യം തന്നെ നിലനിർത്തണമെങ്കിൽ ഹോസ്പിറ്റലിൽ പോയിട്ട് ഗ്ലൂക്കോസ് കയറ്റണം. ആ സ്ത്രീ നോമ്പ് ഒഴിവാക്കൽ അനുവദനീയമായത് അവളുടെ ശാരീരിക പ്രശ്നം. അപ്പൊ അത് രോഗത്തിന്റെ കടത്തിൽ എണ്ണിയിട്ട് അവൾ പരിശുദ്ധ റമദാൻ കഴിഞ്ഞതിന് ശേഷം, പ്രസവത്തെ കഴിഞ്ഞതിന് ശേഷം, മുലയൂട്ടലും കഴിഞ്ഞതിന് ശേഷം അവൾ ഖളാ ഊട്ടിയത്. ബുദ്ധി ചർച്ചയില്ല. എന്തുകൊണ്ടില്ല? അവളുടെ സ്വന്തം ശാരീരിക വിഷയം കൊണ്ട് നോമ്പ് ഉപേക്ഷിച്ച ആളായതുകൊണ്ട് അവർക്ക് മുദ്ദ് കൊടുക്കേണ്ട, നോമ്പ് ഖളാ ഊട്ടിയാൽ മാത്രം മതിയാകുന്നതാണ്. മറിച്ച് അവൾക്ക് ശാരീരിക പ്രശ്നമൊന്നുമില്ല, പക്ഷേ അവൾ നോമ്പ് നോറ്റാൽ ചിലപ്പോ 8 മാസം 9 മാസമായ അവസ്ഥയിലാണ് റമദാൻ വന്നതെങ്കിൽ നോമ്പ് നോൽക്കുമ്പോൾ കുട്ടിക്ക് പ്രശ്നം വരും. അതേപോലെ തന്നെ മുലയൂട്ടുന്ന സമയത്തും കുട്ടിക്ക് പ്രശ്നം വരും. അവൾക്ക് ശാരീരികമായ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലതാനും അവൾക്ക് നോമ്പ് ഒഴിവാക്കുന്ന അനുവദനീയമാണ്. പക്ഷേ അവൾ എന്ത് ചെയ്യണം? പരിശുദ്ധ റമദാൻ കഴിഞ്ഞ് അവളുടെ പ്രതിസന്ധികളൊക്കെ തീർന്നതിന് ശേഷം അവൾ നോമ്പ് ഖളാ ഊട്ടുകയും ചെയ്യണം, മുദ്ദ് കൊടുക്കുകയും ചെയ്യണം. ഇനി മുദ്ദ് മാത്രമുള്ള ആളുകൾ, നേരത്തെ നമ്മൾ ആ ചോദ്യം വന്നതോടുകൂടെ പറഞ്ഞ് രക്ഷപ്പെട്ടു, അവർക്ക് നോമ്പ് ഖളാ വീട്ടേണ്ടതില്ല. അവർ ഒരു നോമ്പിന്, നമ്മളൊക്കെ നോമ്പ് നോൽക്കുമ്പോ അതിനവർ മുദ്ദ് കൊടുത്താൽ മാത്രം മതി. അത് മുദ്ദ് മാത്രമേ ഉള്ളൂ, ഖളാ ഇല്ല. അതാരാണ്? ഒന്ന്, പ്രായം കൊണ്ട് നോമ്പ് നോൽക്കാൻ പറ്റാത്ത ആള്, വാർദ്ധക്യ സഹജം അസുഖമില്ല. ഈ പ്രായമായ ആളുകൾക്കൊരു ബുദ്ധിമുട്ടുണ്ട്, അവർക്ക് കൂടുതൽ ഭക്ഷണം ആവശ്യമില്ല. പക്ഷേ അല്പം ഓരോ മണിക്കൂറിൽ ഓരോ കട്ടൻ ചായ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറു ലഘുവും അവർക്ക് ലഭിക്കണം, ഇല്ലെങ്കിൽ ശാരീരികമായ ഒരു വലിയ പ്രതിസന്ധിയിലാകും. അതാണ് വാർദ്ധക്യം കൊണ്ട് നോമ്പ് ഒഴിവാക്കാൻ. ആരോഗ്യം, പ്രമേഹമില്ല, പ്രഷറില്ല, കൊളസ്ട്രോൾ ഇല്ല, അങ്ങനത്തെ ഒരു അസുഖമില്ല. പക്ഷേ അരമണിക്കൂർ 1 മണിക്കൂർ സമയമാകുമ്പോ അവർക്ക് ഇങ്ങനെ എന്തെങ്കിലും ഭക്ഷണം കിട്ടിക്കൊണ്ടിരിക്കണം. അതായപ്പം ഒരു ഗ്ലാസ് കിട്ടിയാൽ മതി. പക്ഷെ അവര് നോമ്പ് നോൽക്കേണ്ട ആളുകളല്ല, പ്രായം ചെന്ന ആളുകളാണ്. അതേപോലെ നേരത്തെ ചോദിച്ചതുപോലെ മാറുമെന്ന് പ്രതീക്ഷയില്ലാത്ത രോഗികൾ, അവർക്ക് നോമ്പ് ഖളാ വീട്ടേണ്ടതില്ല. അവർ ഓരോ നോമ്പിനും ഓരോ മുദ്ദ് വീതം നൽകുകയാണ് ചെയ്യുന്നത്. അതെപ്പോഴാണ് നൽകുക? പല ആളുകളും നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം, റമദാന്റെ തലേന്ന് 30 കൊടുത്താൽ പറ്റുമോ? ചില ആളുകൾ ചോദിക്കും, ഏതായാലും ഇപ്പോ 30 ഉണ്ടാവുമല്ലോ, എന്നാ റമദാൻ കഴിഞ്ഞിട്ട് പെരുന്നാൾക്ക് ഫിത്ർ സക്കാത്ത് കൊടുക്കുമ്പോ കൂട്ടത്തിൽ ഒരു 30 മുദ്ദും കൊടുത്താൽ മതിയോ?
ആ വിഷയത്തിൽ മഹാന്മാർ രേഖപ്പെടുത്തിയത് മുത്ത് കൊടുക്കേണ്ടത് എന്നാണോ അയാള് നോമ്പ് കാലത്ത് ജീവിക്കുന്നോ ഇന്ന് ജീവിച്ചാൽ ഇന്നത്തെ മുത്ത് കൊടുക്കണം, നാളത്തെ കൊടുക്കണം. നാളെ അയാൾ ബാക്കിയുണ്ടെങ്കിൽ നാളത്തെ മുത്ത് കൊടുക്കണം. എന്നാൽ നേരത്തെ കൊടുത്തിടാൻ പറ്റും, അതോട് തീരെ പറ്റില്ല. അതിനെ സംബന്ധിച്ച് മഹാന്മാര് പഠിപ്പിച്ചത് വാക്കൊടുക്കുന്നതിന് മുമ്പ് നിസ്കരിച്ചിടാൻ പറ്റുമോ? ഇവർക്ക് യാത്ര പോവാണ്ട് ഇവർക്ക് അങ്ങനെ ചില മനുഷ്യന്മാർ ചെയ്തിട്ടുണ്ട്. അഥവാ സുബഹി ബാങ്ക് 5 മണിക്കാണ്, ട്രെയിന് 4:45. അപ്പൊ വാക്കൊടുക്കുന്നതിന് മുമ്പ് സുബഹിസ്കരിച്ച് പോവാ, ശരിയാവൂല. അതേപോലെ തന്നെയാണ് പരിശുദ്ധ റമദാൻ ശരീഫിലെ 1ാമത്തെ നോമ്പ് ആവുന്നതിന്റെ മുമ്പ്, ആ നോമ്പിന്റെ മുമ്പ് ഒരാൾ മുത്ത് കൊടുത്താൽ അത് വരാൻ പോകുന്ന നോമ്പിന് പരിഹാരമല്ല. അതിന് ശേഷം കൊടുത്താലോ, ആ റമദാൻ 30 അന്ന് ഫുള്ളാണ് കൊടുക്കുക, അതിന് ഖളാ കൂട്ടുക എന്നാ പറയുന്നത്. അതിന് പറയുന്ന മസലയാണ് റമദാൻ 1ന്റെ അന്ന് നിർബന്ധമായ മുത്ത്, 2ന്റെ അന്ന് നിർബന്ധമായ മുത്ത്, 3ന്റെ അന്ന് അങ്ങനെ തുടർന്നുള്ള ദിവസങ്ങളൊക്കെ നിർബന്ധമായ മുത്ത്. അയാൾ റമദാൻ 30-ന് ഖളാ കൂട്ടി. റമദാൻ നോമ്പ് നഷ്ടപ്പെട്ട ഖളാ കൂട്ടുന്നത് പോലെ തന്നെ ഖളാ കൂട്ടാം. അപ്പൊ അതിന്റെ യഥാർത്ഥ രൂപം ശരിക്കുമ്പോഴാണ് ഓരോ നോമ്പിനും അതാത് ദിവസങ്ങൾ കൊടുക്കണം. അപ്പൊ നമ്മൾ ചോദിക്കും, കുട്ടനൂരിപ്പോ അതുകൊണ്ട് എന്തെങ്കിലും ആവുക? അതൊന്നും ഇപ്പൊ ആ ചോദ്യത്തിൽ പക്ഷെ ഓന്റെ വരവും വരവില്ലായ്മ നോക്കിയിട്ടല്ല ഇവന്റെ നിർബന്ധങ്ങൾ ചെയ്യേണ്ടത്. അല്ലാഹു തആല ദീനിൽ പഠിപ്പിച്ചതുപോലെ ചെയ്യും. ഏതെങ്കിലും ഒരു സാധുവിന് കൊണ്ടു കൊടുത്താൽ മതി. അതല്ലെങ്കിൽ പിന്നെ നമ്മുടെ നാട്ടിൽ ചിലവർ 10 ദിവസം കഴിഞ്ഞാൽ 10 ദിവസത്തിനാണ് കൊടുക്കും, പിന്നത്തെ 10 ദിവസത്തിന് പിന്നെ 10 ദിവസം കൊടുക്കും. അങ്ങനെ കൊടുത്താൽ ആ 9 ദിവസത്തെ ഖളാ കൂട്ടലും അന്നത്തെ ദിവസത്തെ യഥാർത്ഥ കൊടുക്കലോ. അപ്പൊ അവര് ഖളാ കൂട്ടേണ്ട, അവർ മുത്ത് മാത്രം കൊടുത്താൽ മതി. ഇനി ഒരു മനുഷ്യന് നോമ്പ് നിർബന്ധമായിട്ട് അവൻ നോമ്പ് ഉപേക്ഷിച്ചു. ആ ഉപേക്ഷിക്കാറുണ്ടായ കാരണം അവന് റമദാൻ കഴിഞ്ഞതിന് ശേഷം ആ കാരണങ്ങളൊക്കെ നീങ്ങി നോമ്പ് നോറ്റ് ഖളാ വീട്ടാനുള്ള സമയങ്ങളൊക്കെ അവന് കിട്ടി. ആ ഖളാ വീട്ടാനുള്ള സമയങ്ങൾ കിട്ടിയിട്ടും അത് ഏതായാലും അടുത്ത ആഴ്ച അല്ലെങ്കിൽ അടുത്ത മാസം അങ്ങനെ നീട്ടിപ്പോയി. പിറ്റത്തെ റമദാൻ വന്ന് ചാടിയാൽ ഓരോ നോമ്പിനും ഒരു കൊല്ലം മറിഞ്ഞതിന് ഓരോ മുത്ത് കൊടുക്കുകയും ഈ ആദ്യത്തെ ദിവസം നഷ്ടപ്പെട്ട നോമ്പിനെ ഖളാ വീട്ടുകയും ചെയ്യണം. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ ഒരു മനുഷ്യന് ഓന് നോമ്പ് നോൽക്കാൻ തുടങ്ങിയത് കൊണ്ട് 45-ാമത്തെ വയസ്സിലാണ്. അതുവരെ ഓന് നോമ്പ് നോറ്റിട്ടില്ല, മുത്ത് കൊടുത്തിട്ടില്ല. അതുവരെ ഓൻ നോമ്പ് നോറ്റിട്ടില്ല, മുത്ത് കൊടുത്തിട്ടുമില്ല. അപ്പൊ 15-ാമത്തെ വയസ്സ് മുതൽ പ്രായപൂർത്തി എത്തിയത് മുതൽ എത്ര വർഷമാണോ അവൻ നോമ്പ് ഉപേക്ഷിച്ചതെങ്കിൽ അത്രയും വർഷത്തെ നോമ്പിനോ ഖളാ വീട്ടുകയും ചെയ്യണം. ഓരോ വർഷങ്ങളും മറിഞ്ഞു പോയതിന് ഓരോ വർഷത്തിലും ഓരോ നോമ്പിനും ഓരോ മുത്ത് വീതിങ്ങനെ അധികരിപ്പിച്ച് വർഷത്തിനെ കണക്കൂട്ടിയിട്ട് കൊടുക്കൽ നിർബന്ധമാണ്. അത് കണക്കൂട്ടി കൊടുക്കാതെ അയാളെന്ന് മരിച്ചാൽ അയാൾ അനന്തര സ്വത്തിൽ നിന്ന് ഈ നിർബന്ധമായി കൊടുക്കേണ്ട ഫിദിയ മാറ്റിവെക്കൽ അനന്തരാവകാശികൾക്ക് നിർബന്ധമാണ്. മനസ്സിലായ വാപ്പാന്റെ നോമ്പ് ഖളാ ഉണ്ടെങ്കിൽ ആ വാപ്പ എത്ര കാലമാണോ നോമ്പ് ഉപേക്ഷിച്ചതെങ്കിൽ അത്രയും കാലത്തെ നോമ്പിന്റെ മുത്തുണ്ട്. പിന്നെ എത്ര വർഷമാണോ മറിഞ്ഞു പോയതെങ്കിൽ അത്രയും വർഷത്തെയും മുത്തുകൾ കണക്കൂട്ടി കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള സ്വത്തെ അനന്തരാവകാശികൾക്ക് അവകാശമുള്ളൂ. നോമ്പിന്റെ ഫിദിയ പോലെ തന്നെ വേറെ വല്ല നേർച്ചകളും ഫിദിയകളും ഉണ്ടെങ്കിൽ അതും അങ്ങനെ തന്നെ. ബാപ്പാക്ക് കടമുണ്ടെങ്കിൽ
ആ കടങ്ങളും വീട്ടിയതിന് ശേഷം ബാക്കി വല്ല സ്വത്തുണ്ടെങ്കിൽ ആ സ്വത്തിൽ മാത്രമാണ് മക്കൾക്ക് അവകാശമുള്ളൂ. മറ്റൊരു ചോദ്യം, ബാപ്പാക്ക് ഹജ്ജ് നിർബന്ധമായിട്ട് ഹജ്ജ് ചെയ്തില്ല, അങ്ങനെ മരിച്ചു. സാമ്പത്തികം ഉണ്ടായിരുന്നു വാപ്പാക്ക്, ശാരീരികം ഉണ്ടായിരുന്നു വാപ്പാക്ക്, വാപ്പി പിന്നീട് കൊണ്ടുണ്ടാകും. ശാരീരികം ഉണ്ടായിരുന്നു, സാമ്പത്തികം ഉണ്ടായിരുന്നു, പോവാനുള്ള സൗകര്യങ്ങൾ യഥേഷ്ടമുണ്ട്. അതൊക്കെ ഒരു മനുഷ്യൻ ശ്രമിക്കുകയാണെങ്കിൽ നടക്കുകയും ചെയ്യും. ഇതൊക്കെ ആയിട്ട് വാപ്പ അടുത്തോളം ചെയ്യാം, പിറ്റത്തെ കൊല്ലം ചെയ്യാം. വാപ്പാക്ക് സ്വന്തം സർവ്വ സൗകര്യങ്ങളും ഉണ്ട്. അങ്ങനെ വാപ്പ ഹജ്ജ് ചെയ്യാതെ മരണപ്പെട്ടാൽ ഹജ്ജ് വാപ്പാന്റെ പേര് നിർബന്ധമാണ്. ആ ഹജ്ജ് ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കാനുള്ള കൂലി എത്രയാണോ വരികയെങ്കിൽ അതും കൂടെ മാറ്റിവെച്ചതിന് ശേഷം ബാക്കിയുള്ള സ്വത്തിലെ മക്കൾക്ക് അവകാശമുള്ളൂ. ഇനി മക്കളെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും ഒരാൾ ഹജ്ജ് ചെയ്ത ആളുണ്ടെങ്കിൽ അയാൾക്ക് വേണമെങ്കിൽ വാപ്പാന്റെ പേരിൽ വേറെ ഹജ്ജ് ഫർദായി സ്വന്തം വീട്ടുകയും ചെയ്യാം. ഹജ്ജും ഉംറയൊക്കെ കൂലിക്ക് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊരാൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അവനവന്റെ ഹജ്ജും ഉംറയും ഫർദായത് ചെയ്തവർക്ക് മാത്രമേ അത് ചെയ്യാൻ അവകാശമുള്ളൂ. പാപ്പാക്ക് ഹജ്ജ് നിർബന്ധേനു, കൂട്ടത്തിലൊരു മകൻ ഹജ്ജ് ചെയ്തിട്ടില്ല, എന്നാ ആ മകനെ കൊണ്ട് ഹജ്ജ് ചെയ്യിപ്പിച്ച വാപ്പാന്റെ ഹജ്ജ് കൂടോ? അത് കൂടൂല. എല്ലാരും പാടെ കൂടി നിന്നാ ഓനേതായാലും ഹജ്ജിന് പോയിട്ടില്ല, വാപ്പാന്റെ ഹജ്ജ് ഓനം ചെയ്തോട്ടെ, പറ്റോ? അത് പറ്റുന്നതല്ല. ഹജ്ജ് ഒരു പ്രാവശ്യം അവന്റെ ജീവിതത്തിലെ ഫർദായ ഹജ്ജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവന് മാത്രമേ മറ്റൊരാൾക്കുള്ള ഹജ്ജ് ഖദാ ഊട്ടി കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കൂലിക്ക് പോകുന്നത് അങ്ങനെ തന്നെ. നമ്മള് സാമ്പത്തികമായി കഴിവുള്ള ഒരാൾ യാത്രക്ക് എന്തെങ്കിലുമൊക്കെ തടസ്സമായി പോവാൻ പേടി ഇങ്ങനൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ കൂലിക്കാളെ പറഞ്ഞേക്കും. ആ കൂലിക്ക് പറഞ്ഞേക്കുമ്പോഴും പോകുന്ന കക്ഷി അവന്റെ ഫർദായ ഹജ്ജ് ചെയ്തവനായിരിക്കണം. ഉംറക്ക് പോകുമ്പോ പിന്നെ വാണി ഏറ്റെടുക്കാൻ ഒറ്റ പോക്ക് തന്നെ 4-5 ഉംറൊക്കെ ചെയ്യാൻ കഴിയും. ആദ്യത്തെ പോക്ക് ഓന്റെ ഉംറ, രണ്ടാമത്തെ പോക്ക് ഏൽപ്പിച്ചോന്റെ ഉംറ, മൂന്നാമത്തെ പോക്ക് ഓന് താല്പര്യമുള്ളവർക്കുള്ള ഉംറ ആർക്കും ആവാം. പക്ഷെ ഹജ്ജിന് പറ്റൂല. ഹജ്ജിന് ഒറ്റ പോക്കിൽ ഒന്നേ പറ്റുള്ളൂ. അപ്പൊ ഈ ഫർദ് നോമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ നോമ്പിന് കൊല്ലം മറിയുകയും ചെയ്താൽ ഓരോ നോമ്പിന് ഓരോ മുത്ത് കൂടുകയും, എന്നാലും ഈ മരട് കിടക്കുന്ന നോമ്പ് തോൽക്കൽ നിർബന്ധമാണ്, നോമ്പ് ഒഴിവാവില്ല. ഇപ്പൊ ഈ അടുത്തൊരു സഹോദരൻ, അവന്റെ വല്ലിപ്പ മരിച്ചു. വല്ലിപ്പ ജീവിതത്തിൽ നോമ്പേ നോറ്റിട്ടില്ല, നോമ്പേ നോറ്റിട്ടില്ല. പക്ഷെ പേരക്കുട്ടിക്കൊരു ബോധം ഉണ്ടായപ്പോ പേരക്കുട്ടി ചിന്തിച്ചു, വാപ്പാന്റെ നോമ്പ് ഒറ്റൊന്നും നോൽക്കാത്തത് കൊണ്ട് വാപ്പാന്റെ വല്യപ്പാന്റെ സ്വത്തിൽ നിന്ന് ആ നോമ്പിന്റെ പ്രായശ്ചിത്തമായ മുദ്ദുകൾ മാറ്റിവെക്കാതെ ഓഹരി ചെയ്യൽ ഹറാമാണ്, അത് മറ്റുള്ളവർക്ക് അത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് മനസ്സിലായ പേരക്കുട്ടി വീട്ടിൽ ചർച്ച ചെയ്തു. ചർച്ച ചെയ്തിട്ട് തീരുമാനാക്കി. എന്നിട്ട് ലാസ്റ്റ് കണക്കൂട്ടാൻ എടുത്തു. അപ്പൊ സുമാറ് കൂട്ടിക്കുന്നത് 50 കൊല്ലത്തിന്റെ 50 കൊല്ലത്തിന്റെ എന്തെയോ 50 കൊല്ലത്തിന്റെ വിഷയം എന്താ അറിയോ? ഈ 50 കൊല്ലത്തിന്റെ തുടക്കത്തെ കൊല്ലങ്ങളല്ലോ, ആ തുടക്കത്തെ കൊല്ലത്തെ ഒരു തോൽപ്പിന് 50 കൊല്ലത്തെ മുത്ത് കൊടുക്കണം. 30 നോമ്പാണെങ്കിൽ 50 കൊല്ലത്തിന് 30 നോമ്പിന് 50 കൊല്ലം മറികടന്നതിന്റെ നോമ്പ് അത് കൊടുക്കും വേണം. ഈ 50ാമത്തെ ആദ്യത്തെ കൊല്ലത്തിലെ 30 നോമ്പ് ഖദാ വേണ്ടേ? അത് ഖദാ കൂട്ടാത്തത് കൊണ്ട് 50 വർഷത്തെ 30 നോമ്പിന് ഓരോ മുത്ത് വേറെ കൊടുക്കണം. അല്ലെ അതിൽ വീട്ടിയാൽ മതി. ആരാ കൂട്ടുള്ളൂ? 5 എണ്ണം തേച്ചൊന്നേ കൂട്ടൂല, പിന്നെ 50 കൊല്ലത്തെ കൂട്ടുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു അത് എളുപ്പമാണ്. 50 കൊല്ലത്തെ ഓഫീസും കണക്കൂട്ടിയാൽ 13-15 1500 മുത്ത് കൊടുത്താൽ മതി. 1500 നോമ്പാ വരാ 50 കൊല്ലത്തിന്, അതിന് 1500 മുത്ത് കൊടുക്കാം. പക്ഷെ ഇത് കൊല്ലം മറികടന്നു പോയതിന് ഒന്നാമത്തെ വർഷത്തിലുള്ളതിന് 50 കൊല്ലം, രണ്ടാമത്തെ വർഷത്തിന് 49 കൊല്ലം, മൂന്നാമത്തെ വർഷത്തിന് 48 കൊല്ലം, നാലാമത്തെ വർഷത്തിന് 47 കൊല്ലം, അങ്ങനെ
50-ാമത് മരിച്ചോളുള്ള കൊല്ലം കൂട്ടിയിട്ട് കൊടുക്കണം. അത് കൊടുക്കാതെ ഉണ്ടാതിരുന്നാലോ ആ വാപ്പാന അനന്തര സ്വത്ത് മക്കൾ ഓഹരി വെച്ച് തിന്നൽ ഹറാമാണ്. ഈ വിഹിതം കഴിച്ചിരിക്കണം. ചില സ്ഥലത്തൊക്കെ ഒരു സ്വഭാവമുണ്ട്. ഞാൻ ഫസ്റ്റ് ദിവസത്തിന് വളപുരത്ത് അവിടെ സ്വഭാവമുണ്ട്. ആര് മരിച്ചാലും പള്ളിക്ക് ഒരു 4 ചാക്ക് അരി വരും. ഇവിടുന്നാണ് ആര് പറഞ്ഞോണ്ട് ഇക്കുമെന്താണെന്ന് എനിക്കറിയില്ല. നീയത്തൊക്കെ നന്നാക്കിക്കാണ്ട് മക്കൾ വാപ്പാക്കാൻ ഇമ്മാക്ക് അങ്ങനെ നോമ്പുണ്ടെങ്കിൽ എല്ലാം കോട്ടയത്തേക്ക് എത്തിയിട്ട് ചെയ്യാൻ അൽഹംദുലില്ലാ നല്ല കാര്യമാണ്. അത് പലയിടത്തും ഓല നെയ്യത്ത് എങ്ങനെയാണെന്നൊന്നും അറിയില്ല. അതങ്ങനെ ഒരു പതിവാണ് അവിടെ. പഴയ കാലത്ത് നമ്മുടെ നാട്ടിലൊക്കെ മരിച്ചാലൊരു മയ്യത്ത് തുണിയാൻ തുണി ഉണ്ടായില്ലേ? ഓർമ്മ ഉണ്ടോ? വയസ്സായ ആരെങ്കിലും മുതലാളിമാര് മരിച്ചിട്ടുണ്ടെങ്കിൽ മയ്യത്തും കട്ടിലും കുറിച്ച് ആള് കൂടുതലേക്കാനോ. കാരണം അയമ തൊട്ടോനെ, അവർ കറക്കിയോനെ, കല്ലെടുത്തോനെ, ചുമന്നോനെ, ഒളിപ്പിച്ചാൽ നിന്നോനെ, എല്ലാവർക്കും തുണി. എന്റെ പേരെന്തെങ്കിലും മയ്യത്ത് തുണി എന്റെ പേര്. ഇത്ര കട്ടിണ്ടായില്ല. അതേമാതിരി തീരെ കരല്ലാത്തൊരു സാധനം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നോമ്പ് അങ്ങനെ ഒരാൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവനത് ഖദാ കൂട്ടുകയും പിന്നെ വർഷം മറിഞ്ഞു പോയാൽ അതിന്റെ മുദ്ദ് കൊടുക്കുകയും ചെയ്യണം. കാരണങ്ങൾ ഒഴിവായിട്ട് ആണെങ്കിൽ. ഇവിടെ പ്രത്യേക അടിവരേണ്ട സംഭവം. ഓനെന്തേലും അസുഖം, ആ അസുഖങ്ങൾ മാറിയിട്ട് നോമ്പ് നോൽക്കാൻ അവസരം കിട്ടിയിട്ട് നോമ്പ് നോൽക്കാത്തവനെ സംബന്ധിച്ചാണ് ഈ പറഞ്ഞത്. ഒരാൾക്ക് കാരണം നീങ്ങിയിട്ടില്ലെങ്കിലോ അത് ചോദിച്ച പോലെ ഒരാള് രോഗിയാണ്, 10 വർഷമായിട്ട് അയാളെ രോഗം തെറ്റില്ല, മാറിയിട്ടില്ല. അയാൾ മുദ്ദ് കൊടുക്കേണ്ട ആളല്ല. ഏത് മുദ്ദ്? കൊല്ലം മറിഞ്ഞതിന്റെ പേരിൽ അയാൾ മുദ്ദ് കൊടുക്കേണ്ടതില്ല. കാരണം അയാളുടെ 1ാമത്തെ കൊല്ലത്തെ നോമ്പ് ഉപേക്ഷിക്കാനുണ്ടായ കാരണം ഇപ്പോഴും നീങ്ങിയിട്ടില്ല. അതേപോലെ തന്നെയാണ് നമ്മുടെ ഗർഭിണികളായ സഹോദരിമാരും, അതേപോലെ മുലയൂട്ടുന്ന സഹോദരിമാരും. മുലയൂട്ടുന്നത് 1 വർഷം മുലയൂട്ടൽ കാരണം നോമ്പ് ഉപേക്ഷിച്ച് ആ നോമ്പിനെ ഖദാ കൂട്ടാൻ അവൾക്ക് അവസരം കിട്ടുന്നത് ഇനി എപ്പോഴാണ്? അവളുടെ മുലയൂട്ടുക എന്ന കാരണം നീങ്ങിപ്പോകുന്നത് എപ്പോഴാണ്? 2 വർഷമാണ് എന്റെ കാരണം. 2 വർഷക്കാലം അവൾ മുലയൂട്ടുക എന്ന കാരണമാണ്. അതുകൊണ്ട് അവളെ ആദ്യത്തെ വർഷത്തിലെ നോമ്പിന്റെ ഖദാ കൂട്ടുക എന്നത് അവൾ ചെയ്യണം. അതോടൊപ്പം കൊല്ലം പറഞ്ഞതിന്റെ പേരിൽ മുദ്ദ് കൊടുക്കേണ്ട. കാരണം അവളുടെ കാരണം നീങ്ങിയിട്ടില്ല. യാത്രക്കാരനും അങ്ങനെ തന്നെ. ദീർഘയാത്രയാണ്. അയാളുടെ യാത്ര കഴിഞ്ഞിട്ട് ഒരു ദിവസം നോമ്പ് നോൽക്കാൻ അയാൾക്ക് അവസരം കിട്ടിയിട്ടില്ല. എന്നാൽ അയാൾ അങ്ങനെ കൊല്ലം കപ്പലിലോ മറ്റോ യാത്ര ചെയ്യുന്ന ആളാന്നിരിക്കട്ടെ, ആ മനുഷ്യന് ഖദാ വീട്ടാൻ ഒരു സമയം കിട്ടാത്തത് കൊണ്ട് കൊല്ലം മറിഞ്ഞു എന്നത് കൊണ്ട് പ്രായശ്ചിത്തം കൊടുക്കേണ്ടതില്ല. മറിച്ച് നോമ്പ് ഖദാ വീട്ടാം. 6 കൊല്ലായിട്ട് ഒഴിവില്ലാത്ത യാത്രയാണ്. 6 കൊല്ലത്തെ നോമ്പും ഇനി ഒഴിവിട്ടുമ്പോ ഖദാ വീട്ടാം. മുദ്ദ് വേണ്ട. കാരണം അയാളുടെ കാരണം നീങ്ങിയിട്ടില്ല എന്നത് കൊണ്ടാണ് മുദ്ദ് വേണ്ടാത്തത്. ഈ പറഞ്ഞത് വല്ല സംശയം ചോദിച്ചോളിച്ചോ. മുദ്ദ് കൊടുക്കേണ്ടത് പിന്നെ മിസ്കീൻ, ഫക്കീർ, മിസ്കീൻ, ഈ 2 ആളുകളാണ്. മിസ്കീനോ ഫക്കീറോ. സക്കാത്തിന്റെ എല്ലാ അവകാശങ്ങൾക്കും ഈ മുദ്ദ് കൊടുക്കാൻ പറ്റില്ല. ഫക്കീർ ആരാ? ഫക്കീർ എന്ന് പറയുന്നത് ജോലിയുമില്ല, വരുമാനവുമില്ല. ഒരു ജോലിയില്ല, വരുമാനവുമില്ല. മിസ്കീൻ പറഞ്ഞാൽ ജോലി ഉണ്ട്, പക്ഷെ അതുകൊണ്ട് തികയുന്നില്ല. ഉദാഹരണം ഉസ്താദുമാര് പറയാറ്, 10 രൂപ വേണ്ടോർ തോന്നിയത് 7 രൂപ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെയാണ് ഒപ്പിച്ച് ജീവിച്ചു പോവാണ്. ഓനാണ് മിസ്കീൻ. ഫക്കീർ പറഞ്ഞാൽ ജോലിയുമില്ല, കൂലിയുമില്ല എന്ന് പറഞ്ഞാൽ ഒരു ജോലിയില്ല, ജോലി ഉണ്ടായിട്ട് പോവാത്ത ഫക്കീറല്ല. യോജിച്ച ജോലി ഉണ്ടായിട്ട് അതിനോ പോണം. യോജിച്ച ജോലി കിട്ടിയിട്ട് പോവാതെ കുടുംബത്തിന്
പള്ളിയിൽ കൂടലോ യാത്ര ചെയ്യലോ അല്ലെങ്കിൽ തെണ്ടി നടക്കലോ ഹറാമാണ്. കുട്ടികളെ മക്കളെ നോക്കാതെ അങ്ങനെ ചില ആൾക്കാരുടെ ഹോബി അങ്ങനെ ഊരി ചുറ്റി നടക്കന്നെ. എന്ത് ദീനീലാവത്താണെങ്കിലും മക്കളെയും കുടുംബത്തിന് ഭാര്യമാരെയും നോക്കാത്ത ഒരു ദാവത്തും ഇസ്ലാമിലില്ല. ഇസ്ലാം വളരെ കൃത്യമാണ്. അവന്റെ ഭാര്യ മക്കളെ പരിപാലിക്കാൻ വേണ്ടിട്ട് ജോലി ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശം? ചെറിയ കൂലിയൊന്നുമല്ല. അൽ മുജാഹിദു ഫീ ഇയാലിഹി കൽ മുജാഹിദി ഫീ സബീലില്ലാഹ് എന്നാണ് ഹബീബ് റസൂലുള്ളാഹി. അവനവന്റെ ഇയാൽ ഭാര്യ സന്താനങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്നവൻ അവൻ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ജിഹാദ് ചെയ്യുന്നവനെ പോലെയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സ്വഹാബിന്റെ കൈയാണ് പൊടിച്ചു കുത്തിയിട്ടുള്ളത്. ഏതാണ് സ്വഹാബി എന്നറിയോ? ആ സ്വഹാബിന്റെ കയ്യിൽ സലാം പറഞ്ഞപ്പോ വല്ലാത്ത തയമ്പ് അനുഭവപ്പെടുകയാണ്. അപ്പൊ നല്ല കൂലിപ്പണിക്കുന്ന ഒരു സ്വഹാബിയാണ്. ആ സ്വഹാബിന്റെ കയ്യിലെ തയമ്പ് കണ്ടപ്പോ റസൂൽ പൊടിച്ചു കുത്തിയ നല്ലൊരു മനുഷ്യനാണ്. അഞ്ചൊക്കെ നിസ്കരിക്കാൻ വരിക, കുട്ടികളെ പോറ്റാൻ വേണ്ടി പണിയെടുക്കുക, നല്ലൊരു മനുഷ്യനാണ്. നിഷ്കളങ്കന്മാരാ, ദ്വാക്കിജാബത്തോലെ നേരെ ഒരാളെ കുറ്റം പറയാനില്ല. ദൈവത്തിന്റെ നബിമത്തെ മസാല ഉണ്ടാക്കാനൊന്നുമില്ല. സുബഹിന്റെ ജമാഅത്തിന് വരും. ജമാഅത്ത് കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ പോയിട്ട് ചെല്ല ചായയൊക്കെ കുടിച്ചിട്ട് അവർ പണിക്ക് പോകും. ആ പണി സ്ഥലത്ത് നോക്കുറ് അവിടെ വെച്ചിട്ട് മെസറ്, പിന്നെ തിരിച്ചു വന്ന് കുളിച്ച് ഫ്രഷായി മകനെയും മിഷയും പള്ളിയിൽ ജമാഅത്തിന്. ആ മനുഷ്യൻ സ്വർഗവാസിയാണ്. അതുകൊണ്ട് അവനാന്റെ മക്കളെ പോറ്റൽ നിർബന്ധമാണ്. അപ്പൊ അങ്ങനെ വെറുതെ തെക്കുളത്ത് നടക്കുന്നവനെ ഫക്കീർ കൂട്ടാൻ പറ്റില്ല. കാരണം അവന് പണി ഉണ്ടായിട്ട് പോവാത്തവൻ. ഓനെ ആൾക്കാരെ ഓസാനം കൊടുത്താല് ഓനത് ശീലിക്കും. അങ്ങനെ ശീലിപ്പിക്കാൻ പാടില്ല. ഏതായാലും ഇരിക്കട്ടെ. അപ്പൊ ഫക്കീർ മിസ്കിന്മാർക്ക് കൊടുക്കുക. ആ കൊടുക്കുന്നത് 30 നോമ്പിന്റെ മുമ്പും ഒരു ഫക്കീറിനാണെങ്കിൽ കൊടുക്കാൻ വിരോധമില്ല. 30 മുത്തുണ്ടൊരാൾ അതൊക്കെ ഒരു പരീക്ഷണം കൊണ്ടേ കൊടുത്തു, അതിന് വിരോധമില്ല. എന്നാൽ ഇനി പറയാൻ പോകുന്ന ഒരു പ്രായശ്ചിത്തമുണ്ട്. എന്താണ് ആ പ്രായശ്ചിത്തം? പരിശുദ്ധ റമദാൻ ശരീഫിൽ നോമ്പുകാരനായ ഒരാൾ നോമ്പിനെ ഫസാദാക്കിയത് അവൻ ജിമാഅ് ചെയ്യൽ കൊണ്ടാണ്, അവന്റെ ഭാര്യയുമായി ബന്ധപ്പെടൽ കൊണ്ടാണ് ഒരാൾ നോമ്പിനെ ഫസാദാക്കിയതെങ്കിൽ അവന്റെ മേലെ കഠിനമായിരിക്കുന്ന ഒരു ശിക്ഷാ നടപടിയാണ് ഇസ്ലാമിലുള്ളത്. എന്താണ് ശിക്ഷാ നടപടി? നോമ്പുകാരായി ബന്ധപ്പെടുമ്പോഴാണത്. നല്ലോണം മനസ്സിലാക്കണം. ഇനി ഒരാൾ നോമ്പ് മുറിച്ചിട്ട് ബന്ധപ്പെട്ടാലോ ഈ ശിക്ഷാ നടപടി മനസ്സിലാവണ്ടല്ലോ. ഒരു വ്യക്തി നോമ്പ് മുറിച്ചിട്ട് ഭാര്യയായിട്ട് ബന്ധപ്പെട്ടു, ഭാര്യ മുറിച്ചു, അവനും മുറിച്ചു, അപ്പോൾ ഹറാബ് ചെയ്തവനാകും. അതേ സമയത്ത് രണ്ടാളും നോമ്പുകാരാണ്. അങ്ങനെ ഇന്ന് വർത്താനം പറഞ്ഞ് സംഗതി സ്വീപ്പായി. ആ സ്വീപ്പായപ്പോൾ സുബ്ഹാന ജല്ല ജലാലു ആ ഒരു നോമ്പോ കഥാവുണ്ടും വേണം. പിന്നെ ഇസ്ലാം പറയുന്ന പ്രായശ്ചിത്തങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നൽകുകയും ചെയ്യണം. എന്താണ് പ്രായശ്ചിത്തം? പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഫതഹരീറു റഖബത്തിൻ മുഅ്മിന, മുഅ്മിനായ ഒരു അടിമയെ മോചിപ്പിക്കുക. സാധ്യമാണെങ്കിൽ, അങ്ങനത്തെ നാടാണെങ്കിൽ. അതിന് സാധ്യമല്ലെങ്കിലോ ശഹ്റൈനി മുതതാബിഈനി, തുടർച്ചയായ 2 മാസം നോമ്പ് നോൽക്കണം. ഒന്നാമത്തെ ഓപ്ഷൻ മുഅ്മിനായ അടിമയെ മോചിപ്പിക്കുകയാണ്. രണ്ടാമത്തത് ആരോഗ്യമുള്ളതായിരിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ അവന് 2 മാസം തുടർച്ചയായി നോമ്പ്. പരിശുദ്ധ ഖുർആനിൽ മുതതാബിഈനി എന്ന് പറഞ്ഞത് കൊണ്ട് 55 നോമ്പ് നോറ്റതിന് ശേഷം ഒരു ദിവസം ഒരാളെ പനിച്ചു കിടന്ന് നോമ്പ് നോൽക്കാൻ പറ്റിയില്ല. 55 പത്തില് ഇനി എന്ത് ചെയ്യണം? ഒരസുഖത്തെ മാറിയിട്ട് വീണ്ടും 2 മാസം തുടർച്ചയായിട്ട് നോക്കണം. സ്ത്രീ പ്രായശ്ചിത്തം കൊടുക്കേണ്ടതില്ല. അവർക്ക് സ്വത്ത് വലിച്ചപ്പോ തന്നെ ബൗദ്ധിയാക്കിക്കൊണ്ടുള്ള കംപ്ലൈന്റ് ആണ്. ഇപ്പോൾ ഇതിൽ കുടുങ്ങിയിട്ട് അത് ഓൾ കൊടുക്കണ്ടല്ലോ. ഇസ്ലാം അങ്ങനെ പല വിഷയങ്ങളിൽ ഓൾ ഒഴിവാക്കിയത് കൊണ്ടാണ്
പിന്നെ ഓൾക്കുള്ളിന്റെ അറ്റിയാണിന് എന്നൊക്കെ നിയമം വന്നത്. പുരുഷന്റെ പൗതി എന്ന് പറയാൻ പറ്റുന്നതിനാൽ നല്ലത് ഓളെ അറ്റി എന്ന് പറഞ്ഞാൽ മതി. എന്നോൾക്ക് പൗതി കൊടുത്തിട്ടില്ല. ഏതായിരുന്നാലും സ്ത്രീ പ്രായശ്ചിത്തം കൊടുക്കേണ്ടില്ല. നോമ്പോളും കൊള്ളാവൂട്ടണം. നോമ്പ് ജിമാ ചെയ്തുകൊണ്ട് നഷ്ടപ്പെടുത്തിയതിന് കുറ്റം അവൾക്കുമുണ്ട്. അവൾ നോമ്പ് കൊള്ളാവൂട്ടണം. പ്രായശ്ചിത്തം കൊടുക്കണ്ട. അപ്പൊ രണ്ടാമത്തെ പ്രായശ്ചിത്തം 2 മാസം തുടർച്ചയായി നോമ്പ് നോൽക്കുക. ഇനി അതിനൊരാൾക്ക് സാധ്യമല്ലാതെ വന്നാലോ 60 മിസ്കീന്മാർക്ക് ഭക്ഷണം നൽകണം. 60 മിസ്കീന്മാർക്ക് ഭക്ഷണം നൽകാൻ തന്നെ ഒരു മിസ്കീൻ ഒരു മുദ്ദാണ്. ഈ മുദ്ദ് 60 മുദ്ദ് ഒരാള് ഒരു മിസ്കീന് കൊടുത്താൽ മതിയാവുന്നതല്ല. മനസ്സിലാവില്ലേ? നേരത്തെ നോമ്പ് നോൽക്കാത്തതിന്റെ മുദ്ദ് 30 മുദ്ദ് അല്ലെ, രണ്ടാളത് 60 മുദ്ദുണ്ടെങ്കിൽ അതൊക്കെ പാടെ കൂട്ടിയിട്ട് ഒരു ഫക്കീറിനോ ഒരു മുസ്ലിമിനോ കൊടുത്താവുന്നതാണ്. കാരണം അതിലോനെ വഷളാക്കേണ്ട പണിയൊന്നും അവിടെ ഇല്ല. മറ്റേത് അങ്ങനെയല്ല. മറ്റേത് എന്നാണ് ഖുർആൻ. 60 മിസ്കീൻ കൊടുക്കണം. ഒരു മിസ്കീൻ 60 മുദ്ദ് കൊടുത്താൽ പോരാ, 60 മിസ്കീന്മാർക്ക് ഓരോ മുദ്ദ് വീതം കൊടുക്കണം. അതൊരു പണിഷ്മെന്റ് ആണ്. കാരണം എല്ലാവരും പോണല്ലോ. അതുകൊണ്ട് നോമ്പ് നോൽക്കാത്തതൊന്നും പ്രായോഗികല്ല. കാരണം 30 നോമ്പ് പൊളിച്ചെടുക്കാൻ കഴിയാത്ത ഓരോട് 60 നോമ്പ് നോൽക്കാൻ പറഞ്ഞുകൊണ്ടോ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിലേക്ക് ഇതേപോലെ ഒരു സ്വഹാബി കുടുങ്ങിയിട്ട് പോയപ്പോ അതാന്റെ റസൂൽ പറഞ്ഞു, ഒരു മുഅ്മിനായ അടിമനെ മോചിപ്പിക്കണമെന്നു. അതിന് കൊണ്ട് കഴിച്ചില്ല. അപ്പൊ പറഞ്ഞു 60 നോമ്പ് തോറ്റള പൊന്നാര നബിയോ പോലീസ് നേരെ പിടിച്ചിട്ടാൻ കഴിയായിട്ടാണ് ഞാൻ ഇനി എങ്ങനെ 60 നോൽക്കാന്ന് വെച്ചു. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു 60 മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുത്തതാണ്. അപ്പൊ ഈ സ്വഹാബി പറഞ്ഞു, പൊന്നാര നബിന്റെ ഒന്നും കൊടുക്കാറില്ല. അപ്പൊ അല്ലാഹുവിന്റെ റസൂല് അകത്ത് പോയിട്ട് ഒരു കൊട്ട ഈത്തപ്പഴം കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഇതെന്നാക്കി മിസ്കീന്മാർക്കാണ് കൊടുത്തതാ. അപ്പോഴോ ഈ സ്വഹാബി പറഞ്ഞൊരു വാക്കുണ്ട്, അല്ലാഹുവിന്റെ റസൂലേ, ഈ 2 മലന്റെ ഇടയിൽ എന്നെക്കാൾ ഫഖീറായ ഒരാളുമില്ലല്ലോ. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്നാ നീ കൊണ്ടുപോയി തിന്നോ. ബാക്കിയൊക്കെ മുമ്പർക്ക് സംഭവിക്കാനൊക്കെ സംഭവിച്ചു. ബാക്കിയൊന്നും ഞാൻ തയ്യാറല്ല. അപ്പോ അതൊരു കർശനമായ നിയമമാണ്. എന്തിന്? ഒരു പ്രാവശ്യം ജീവിതത്തിൽ അങ്ങനെ ഒരു അബദ്ധം ക്ഷമിക്കാനാണല്ലോ ഈ റമദാൻ തന്നിട്ടുള്ളത്. ക്ഷമിക്കാൻ. ആ ക്ഷമ നഷ്ടപ്പെട്ടാൽ പിന്നെ മേലാലോൺ ആയുസുണ്ടെങ്കിൽ ഓരത്ര വിഷയത്തിന് പിന്നെ ഒരുങ്ങൂല. ആ ഒരുങ്ങാതെക്കാൻ തന്നെയാണ് ഈ ശിക്ഷാ നടപടി. അല്ലാതെ ഇപ്പൊ ആ മനുഷ്യനെ കൊണ്ട് 60 നോൽപ്പിക്കേണ്ട ആവശ്യമൊന്നും പഠിച്ചോന്നില്ല. മനുഷ്യന്റെ ഗൗരവം മനസ്സിലാക്കും. മോമിനിയങ്ങൾ അതിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നല്ല സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നാഫിയായ ഇൽമിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. പരിശുദ്ധമായ റമദാൻ ശരീഫ് അതിന്റെ ആദ്യത്തെ 10ലാണ് നാം ഉള്ളത്. നമ്മളൊക്കെ ഓരോ സമയത്തും ചെല്ലുന്ന ദിക്ർ വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. റമദാനിലെ നോമ്പ് തന്നെ അല്ലാഹു തആല നമുക്ക് നൽകിയിട്ടുള്ളത് അല്ലാഹുവിന്റെ തൃപ്തി കരഗതമാക്കാൻ വേണ്ടിയാണ്. അല്ലാഹുവിന്റെ തൃപ്തി ഉണ്ടാവുന്ന 2 വാക്കുകളാണ് നമ്മൾ ചെല്ലുന്നത്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അസ്തഗ്ഫിറുല്ലാഹ്. ഇങ്ങനെ വർദ്ധിപ്പിക്കുമ്പോൾ പടച്ച റബ്ബിന് നമ്മളോട് ഇഷ്ടം കൂടും. പടച്ച റബ്ബിന് ഇഷ്ടം കൂടാനാണ് ആ 2 ലഫ്ദ് മഹാന്മാർ നമ്മളെ പഠിപ്പിച്ചത്. ഇന്ന 2 നമ്മൾക്ക് ആവശ്യം ചോദിച്ചാൽ അസ്അലുൽ ജന്നത വഅഊദു ബിക മിനന്നാർ. നമുക്ക് സ്വർഗ്ഗ ആവശ്യം ചോദിക്കാം. നരകത്തിന് തൊട്ട് കാവലെത്താനാണെങ്കിൽ അത് തേടുക. അല്ലാഹു തആല ഈ പരിശുദ്ധ റമദാനിൽ ലക്ഷക്കണക്കിന് ആളുകളെ നരകത്തേക്ക് നേതൃത്വം ചെല്ലുമ്പോൾ അതിലൊരു മെമ്പറാവാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താണ്,
നരകം നമ്മളെ വേണ്ട എന്ന് പറയുന്ന ഒരു ഘട്ടം വരാനാണ്. അള്ളാഹു ആ വിഭാഗത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നരകം പറയാണ്, പടച്ചോനെ അവരുകൾ കൊണ്ടല്ല. എന്താണ് അതിനുള്ള പോംവഴി? നമ്മുടെ മഹാന്മാരായ ആലിമീങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നൊരു പതിവുണ്ട്. നരകം എന്താണ്? ഹബീബ റസൂലുള്ളാഹി പറഞ്ഞ, ഒരു മനുഷ്യൻ രാവിലെ സമയത്ത് നരകത്തിന് തൊട്ട് 7 പ്രാവശ്യം കാവൽ തേടുകയാണെങ്കിൽ, അന്ന് മഗ്‌രിബിന് മുമ്പായിക്കൊള്ള മരണപ്പെടുകയാണെങ്കിൽ, നരകം പറയും, റബ്ബേ അവൻ എന്നിലേക്ക് കൊണ്ടുവരരുത്, അവൻ 7 പ്രാവശ്യമാണ് എന്നോട് കാവൽ തേടിയിട്ടുള്ളത്. അതേസമയം വൈകുന്നേര സമയത്ത് 7 പ്രാവശ്യം ഒരാൾ ചൊല്ലിയിട്ട് സുബഹിന്റെ മുമ്പ് മരണപ്പെടുകയാണെങ്കിൽ, ആ മനുഷ്യനെ സംബന്ധിച്ച് നരകം പറയും, അല്ലാഹുവേ 7 പ്രാവശ്യമാണ് അവൻ ചൊല്ലിയിട്ടുള്ളത്, അതുകൊണ്ട് അവൻ എന്നിലേക്ക് കൊണ്ടുവരരുത് എന്ന് നമ്മൾക്ക് അനുകൂലമായി നരകം പറയും. അതിന് നമ്മളെ മഹാന്മാർ പഠിപ്പിച്ചു. മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയാൽ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു തുടങ്ങുന്ന ആ ദിക്ർ 10 വട്ടം ചൊല്ലിയിട്ട് അല്ലാഹുമ്മ അജ്ർനി മിനൻ നാർ 7 വട്ടം ചൊല്ലാൻ ഒരു വദീഫത്ത് തന്നിട്ടുണ്ട്. അത് മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്താണ്. അതേപോലെ തന്നെ സുബഹിന്റെ ശേഷവും അതേ വദീഫത്ത് നിലനിർത്താൻ ഉണ്ടാവുന്ന കാരണം, ഈ 7 പ്രാവശ്യം സുബഹി നിസ്കരിച്ച് ആ മനുഷ്യൻ 7 പ്രാവശ്യം അല്ലാഹുമ്മ അജ്ർനി മിനൻ നാർ എന്ന് ചൊല്ലിയാൽ, അന്ന് വൈകുന്നേരത്തിന്റെ ഉള്ളിൽ അവൻ മരണപ്പെട്ടാൽ അവൻ നരകത്തിൽ കടക്കുകയില്ല. വൈകുന്നേരം ചൊല്ലിയിട്ട് സുബഹിന്റെ മുമ്പ് മരണപ്പെടുകയാണെങ്കിൽ അവന് നരകത്തിൽ കടക്കുകയില്ല. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അത് പതിവാക്കി മടങ്ങാതെ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ സാധുവായ എന്നെ ഉൾപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അല്ലാഹുവേ, നിങ്ങൾ പറഞ്ഞതും കേട്ടതും ഒരു സ്വാലിഹായ അമലായി കബൂലാക്കണേ റബ്ബേ. ഞങ്ങൾ പറഞ്ഞതിലോ കേട്ടതിലോ വല്ല അപാകതകളോ ഒന്നും നിങ്ങൾ വിട്ടുകൊടുത്ത് അഫ്വ ചെയ്ത് ഇഷ്ടപ്പെടുന്ന അവന്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. അല്ലാഹുവേ, നിങ്ങൾക്ക് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഞങ്ങളോട് ബന്ധപ്പെട്ട മശായിഖന്മാർ, അവർക്കൊക്കെ നീ സ്വർഗം നൽകണേ റബ്ബേ. അവരോടുകൂടെ സ്വർഗത്തിൽ ഒരുമിച്ചുകൂടാൻ നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യസന്താനങ്ങൾ, അവർക്കൊക്കെ നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണം റഹ്മാനെ. അവർക്കുള്ള രോഗങ്ങളൊക്കെ ശിഫയാക്കണേ തമ്പുരാനെ. പടച്ചോനെ, സാധുക്കളായ ഞങ്ങളൊക്കെ ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തിൽ ജീവിപ്പിക്കണേ അല്ലാഹ്. ഈ നൽകിയ ഓരോ അവയവങ്ങൾക്കുള്ള ആരോഗ്യങ്ങൾ, ആഫിയത്തുകൾ മരണം വരെ നീ നിലനിർത്തി തരണം റഹ്മാനെ. അല്ലാഹുവേ, ഒരു ചാണ് വയറിന് വേണ്ടിയോ ഈ ശരീരത്തിന്റെ ചികിത്സയ്ക്ക് വേണ്ടിയോ മറ്റൊരുത്തന്റെ മുമ്പിൽ യാചിക്കേണ്ട ഒരവസ്ഥ നിങ്ങൾക്ക് ഒരാൾക്ക് വരുത്തല്ലോ. നിങ്ങളുടെ കുടുംബത്തിൽ ഒരാൾക്ക് വരുത്തല്ലോ. യാചിച്ചുകൊണ്ട് ഭക്ഷിക്കേണ്ടി വരുന്ന, യാചിച്ചുകൊണ്ട് ചികിത്സിക്കേണ്ടി വരുന്ന ഒരവസ്ഥയിൽ നിങ്ങൾക്ക് ഒരാൾക്ക് തരല്ല റഹ്മാനെ. പടച്ചോനെ, ഞങ്ങളൊക്കെ സുഖമായി ഭക്ഷണം കഴിച്ച് നോമ്പ് നോറ്റുകൊണ്ടിരിക്കുന്ന ഞങ്ങളെപ്പോലെ നോമ്പ് നോക്കേണ്ട ഫലസ്തീനിലെ ഗസയിലെ പാവപ്പെട്ട സഹോദര സഹോദരിമാർ, അവർക്ക് നീ സലാമത്തിന്റെ വഴി തുറന്നു കൊടുക്കണമല്ലോ. അവർക്ക് പരിശുദ്ധ റമദാനാണ്, നോമ്പാണ് റബ്ബേ. അവർ ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നു, അത്താഴം, നോമ്പ് തുറയൊക്കെ റബ്ബേ നിന്റെ അടുക്കലാണ് അതിന്റെ നിയന്ത്രണമുള്ളത്. അവർക്ക് നീ സലാമത്തിന്റെ വഴി തുറന്നു കൊടുക്കണേ അല്ലാഹ്. പടച്ചോനെ, പല പ്രയാസങ്ങൾ ഞങ്ങളുടെ നാടിനുണ്ടാക്കണേ റബ്ബേ. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഇലക്ഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എല്ലാ മതവിഭാഗങ്ങൾക്കും മതാചാരങ്ങൾ യഥേഷ്ടം ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ സൗകര്യങ്ങൾ ചെയ്യുന്ന, സ്വാതന്ത്ര്യം നൽകുന്ന ഒരു ഭരണകൂടത്തിന് ഞങ്ങൾക്ക് നൽകണം. ഏത് രാഷ്ട്രീയക്കാരായാലും ഞങ്ങൾക്ക് വിരോധമില്ല. ഈ ഇന്ത്യ രാജ്യത്ത് ഓരോ വിശ്വാസികളും, ഹിന്ദുവിനും മുസൽമാനും ക്രൈസ്തവരൊക്കെ അവരുടെ ആചാരങ്ങൾ മുടങ്ങാതെ അന്തസ്സോടെ ജീവിക്കാൻ പറ്റുന്ന സ്വാതന്ത്ര്യം നൽകുന്ന ഒരു ഭരണകൂടത്തിന് അല്ലാഹുവേ ഞങ്ങൾക്ക് നീ നൽകണം റഹ്മാനെ. പടച്ച തമ്പുരാനെ, ഈ ദുആനെ കബൂലാക്കണേ അല്ലാഹ്. ഖായിബാക്കണേ റബ്ബേ. പടച്ചോനെ, പരിശുദ്ധ റമദാൻ വിട പറയുമ്പോൾ സാധുക്കളായ ഞങ്ങളൊക്കെ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന സ്വാലിഹീങ്ങളിൽ ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കൾ, ഭാര്യസന്താനങ്ങൾ, ശിഷ്യന്മാർ എല്ലാവരെയും ഉൾപ്പെടുത്തണേ റഹ്മാനെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين برحمتك يا ارحم الراحمين. اوصيكم بالدعاء. السلام عليكم ورحمه الله وبركاته.